അപ്പോൾ നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തത് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ള ചാപ്റ്ററാണ്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ പറയേണ്ടത് അടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ മോഷൻ ഇൻ എ പ്ലെയിൻ ആണ്. അതായത് 2 ഡയമെൻഷണൽ മോഷൻ, അതാണ് നമുക്ക് പഠിക്കേണ്ടത്. നേരത്തെ നിങ്ങൾ പഠിച്ചത് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, അതായത് 1 ഡയമെൻഷണൽ മോഷൻ ആണ്. ഇനി നമുക്ക് പഠിക്കേണ്ടത് മോഷൻ ഇൻ എ പ്ലെയിൻ ആണ്. അപ്പൊ പ്ലെയിനില് നേരത്തെ 1 ഡയമെൻഷണൽ മോഷൻ ആയപ്പോൾ നമുക്കറിയാം 2 ഡയറക്ഷനെ പോസിബിൾ ആയിട്ടുള്ളൂ. ഒന്ന് പോസിറ്റീവ് എക്സ് ആക്സിസ്, രണ്ടാമത്തെ നെഗറ്റീവ് എക്സ് ആക്സിസ്, അല്ലെങ്കിൽ പോസിറ്റീവ് വൈ ആക്സിസ് നെഗറ്റീവ് വൈ ആക്സിസ്, അല്ലെങ്കിൽ പോസിറ്റീവ് സെഡ് ആക്സിസ് നെഗറ്റീവ് സെഡ് ആക്സിസ്, അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് ഡയറക്ഷൻ പറയാൻ വളരെ ഈസിയാണ്, ഒന്ന് പ്ലസും ഒന്ന് മൈനസും കൊടുത്താൽ മതി. ബട്ട് ഈ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ മോഷൻ ഇൻ എ പ്ലെയിനിലേക്ക് വരുമ്പോൾ പ്ലെയിനിൽ നമുക്ക് ഒരുപാട് ഡയറക്ഷൻ പോസിബിൾ ആണ്. ഒരു പ്ലെയിനില് നമുക്ക് പല ഡയറക്ഷൻ പറയാം. അപ്പോൾ അവിടെ തന്നെ പ്ലസും മൈനസും ഉപയോഗിച്ച് ഡയറക്ഷൻ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല. അപ്പൊ നമ്മൾ വെക്ടർ ക്വാണ്ടിറ്റീസിനെ റെപ്രസെന്റ് ചെയ്യാൻ വെക്ടർ നൊട്ടേഷൻസ് തന്നെ ഉപയോഗിക്കണം, വെക്ടർ റെപ്രസെന്റേഷൻ ഉപയോഗിക്കണം. അപ്പൊ ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിക്കുന്നത് വെക്ടേഴ്സ് എന്താണെന്നാണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററിലും ആവശ്യമുള്ള കാര്യമാണ്. ഇത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയാണ്. മാത്സിൽ നിങ്ങൾ പിന്നീട് പഠിക്കും, ബട്ട് ഫിസിക്സ് തന്നെ നമ്മൾ ചാപ്റ്ററിൽ വരുന്നുണ്ട്. ഇത് നമുക്ക് ഫിസിക്സിലെ എല്ലാ ചാപ്റ്ററിലും ആവശ്യമുള്ള ഭാഗമാണ് ഈ വെക്ടേഴ്സ്. അപ്പൊ വെക്ടേഴ്സ് എന്താ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പിന്നെ ഇതിൽ പഠിക്കുന്നത് പ്രൊജക്ടൈൽ മോഷൻ ആണ്. പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറഞ്ഞാൽ അപ്പൊ നിങ്ങൾ ഈ പിക്ചർ നോക്കിയാൽ പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു 2 ഡയമെൻഷണൽ മോഷൻ ആണ്. പ്രൊജക്ടൈൽ മോഷൻ എക്സാമ്പിൾ ആണ് ഈ ഫിഗറിൽ കാണുന്ന മോഷൻ. അതായത് എക്സാമ്പിൾ നിങ്ങളെ ജാവലിൻ ത്രോ, അല്ലെ? നമ്മളെ സ്പോർട്സിലെ ഒരു പ്രധാന ഗെയിമാണ് ജാവലിൻ ത്രോ. ജാവലിൻ ത്രോ എറിയുമ്പോൾ നമുക്കറിയാം ഏത് ആംഗിളിലാണ് എറിയാം, ഏത് ആംഗിളിലാണ് നമ്മൾ എറിയാറുള്ളത്? ജാവലിൻ ത്രോ നേരെ മുകളിലോട്ടാണ് എറിയാം. 45-ൽ എറിഞ്ഞാലാണ് കൂടുതൽ ദൂരം സഞ്ചരിക്കുക, അല്ലേ? അപ്പൊ അത് എന്തുകൊണ്ടാന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കും. അപ്പൊ ഇത്രയാണ് നമ്മളെ ചാപ്റ്റർ ഉള്ളത്. അപ്പൊ 2 ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് പഠിക്കുന്നത്. ഒന്ന് വെക്ടേഴ്സ് എന്താണ്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. രണ്ടാമത് നമ്മൾ പഠിക്കുന്നത് പ്രൊജക്ടൈൽ മോഷൻ ആണ്. അപ്പൊ ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പൊ ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ആംഗിളാണ് കൂടുതൽ ദൂരം സഞ്ചരിക്കുക. 45 ഡിഗ്രിയിൽ എറിഞ്ഞാലാണ് എന്ത് ചെയ്യുക, കൂടുതൽ ഡിസ്റ്റൻസ് സഞ്ചരിക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മളെ ചാപ്റ്റർ മോഷൻ ഇൻ എ പ്ലെയിന് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ വെക്ടർ ക്വാണ്ടിറ്റീസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ബട്ട് വെക്ടർ ക്വാണ്ടിറ്റിയുടെ ഡയറക്ഷൻ റെപ്രസെന്റ് ചെയ്യാൻ പ്ലസും മൈനസും ആണ് ഉപയോഗിച്ചത്. ബട്ട് ഈ ചാപ്റ്ററിൽ മോഷൻ എന്ന് പറഞ്ഞാല് എവിടെയാണ്? ഒരു പ്ലെയിനിലാണ്, ഒരു പ്രതലത്തിലൂടെയാണ് വസ്തു സഞ്ചരിക്കുക. ഒരു പ്രതലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ 2 ഡയറക്ഷൻ അല്ല ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ പ്ലസും മൈനസും ഉപയോഗിച്ച് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ വെക്ടർ റെപ്രസെന്റേഷൻ തന്നെ ഡയറക്റ്റ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മളെ ചാപ്റ്റർ ഏതാണ്? മോഷൻ ഇൻ എ പ്ലെയിൻ, അല്ലേ? ചലനം, ഒരു പ്രതലത്തിലൂടെയുള്ള ചലനം. മോഷൻ എന്ന് പറഞ്ഞാല് ചലനം, അല്ലെ? ഇൻ എ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ പ്രതലത്തിലൂടെയുള്ള ചലനം. അപ്പൊ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് വെക്ടർ ക്വാണ്ടിറ്റീസിനെ കുറിച്ചിട്ടാണ്. അപ്പൊ നോക്കാം, ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് സ്കാലാർ ക്വാണ്ടിറ്റീസും അതേപോലെ വെക്ടർ ക്വാണ്ടിറ്റീസും. ഇത് രണ്ടുമാണ് നമുക്ക് ഫസ്റ്റ് പറയേണ്ടത്. അപ്പൊ എന്താ സ്കാലാർ ക്വാണ്ടിറ്റീസ്? നമുക്ക് അറിയുന്നതാണ്. എന്താ സ്കാലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ? ഫിസിക്കൽ ക്വാണ്ടിറ്റി having only magnitude and no direction. ഡയറക്ഷൻ ഇല്ലാത്ത മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ക്വാണ്ടിറ്റീസ്, അതിനെ പറയുന്നതാണ് സ്കാലാർ ക്വാണ്ടിറ്റീസ്. സ്കാലാർ ക്വാണ്ടിറ്റീസ് സാധാരണ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുക? ഒരു നമ്പർ ഉപയോഗിച്ചിട്ട്, വിത്ത് എ യൂണിറ്റ്. യൂണിറ്റും ഉണ്ടാവും, നമ്പറും ഉണ്ടാവും. എക്സാമ്പിൾ മാസ്, ഇവിടെ എക്സാമ്പിൾ കൊടുത്തു മാസ്. മാസ് എന്താണ്? സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. മാസ് നമ്മൾ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യാം? ഒരു വസ്തുവിന്റെ മാസ്
അല്ലേ? വേണേ സിമ്പിൾ ഉപയോഗിക്കുക എം. എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യാം? ഒരു വസ്തുവിന്റെ മാസ് എനിക്ക് കിട്ടി 10 കിലോഗ്രാം. ഫസ്റ്റ് 10 എന്ന് പറഞ്ഞ ഏരിയ എന്താ? നമ്പർ ആണ്. ഇതാണ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് അല്ലേ? മാഗ്നിറ്റ്യൂഡ് നമ്പർ. ഈ കിലോഗ്രാം എന്താ ശരിക്കും? അതിന്റെ യൂണിറ്റ്, മാസിന്റെ യൂണിറ്റ് അല്ലേ? അപ്പൊ നമ്മൾ ഈ രണ്ടാമത്തെ പോയിന്റ് ക്ലിയർ അല്ലേ? സ്പെസിഫൈഡ് ബൈ. എങ്ങനെയാ ഇത് റെപ്രസെന്റ് ചെയ്യുക? സ്പെസിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഇക്വേഷനിൽ കാണിക്കാം, അല്ലെങ്കിൽ എഴുതി കാണിക്കുക. എങ്ങനെയാണ്? ഒരു നമ്പറും ഉണ്ടാവും, ഒരു യൂണിറ്റും ഉണ്ടാവും. ഈ നമ്പറിനെ നമ്മൾ പറയാ മാഗ്നിറ്റ്യൂഡ് എന്നാണ്. ഇവിടെ ഡയറക്ഷൻ ഉണ്ടോ? ഇല്ല. എക്സാമ്പിൾ, വേറൊരു എക്സാമ്പിൾ, ഒരു വസ്തുവിന്റെ വോളിയം എനിക്ക് കിട്ടി 10 ലിറ്റർ ആണ് അല്ലേ? ലിറ്ററിൽ നമ്മൾ സാധാരണ വോളിയം പറയാറുണ്ട്. ഇപ്പൊ നിങ്ങളെ വീട്ടിൽ നിന്ന് നിങ്ങളോട് പറയാണ് നിങ്ങൾ വെളിച്ചെണ്ണ വാങ്ങിക്കൊണ്ടുവരണം, ഷോപ്പ് പോയിട്ട് വെളിച്ചെണ്ണ വാങ്ങിക്കൊണ്ടുവരണം എന്ന് പറയാണ്. അപ്പൊ നിങ്ങള് മീറ്റർ ക്യൂബിലാണോ പറയാ, ലിറ്ററിലാണോ പറയാ? ലിറ്റർ. നിങ്ങളെ വീട്ടിൽ നിന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും വെളിച്ചെണ്ണ വാങ്ങാൻ വേണ്ടിയിട്ട് ഷോപ്പ് പോയിട്ടുണ്ടോ? വെളിച്ചെണ്ണയിൽ പൊരിച്ചതൊക്കെ നന്നായിട്ട് കഴിക്കാറുണ്ട് അല്ലേ? വെളിച്ചെണ്ണ വേണ്ടി ഷോപ്പ് പോയിട്ടുണ്ടോ? അപ്പൊ ഏതിലാ വാങ്ങുക? ലിറ്ററില്. മീറ്റർ ക്യൂബിലും പറയാം കേട്ടോ. നമ്മൾ സാധാരണ ഉപയോഗിക്കല് വെളിച്ചെണ്ണ വാങ്ങുമ്പോൾ ലിറ്ററിലാണ്. ഫിസിക്സ് പഠിക്കുമ്പോൾ വോളിയം മീറ്റർ ക്യൂബിലാണ് പറയാം. അപ്പൊ നോക്കുക, ഇവിടെ ഈ ഫസ്റ്റ് 10 ഏതാണ്? നമ്പർ ആണ് അല്ലെ? ഇതാണ് മാഗ്നിറ്റ്യൂഡ്. രണ്ടാമത്തതോ യൂണിറ്റ് ആണ്. SI യൂണിറ്റ് അല്ല എന്ന് മാത്രം. സാധാരണ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ്, SI യൂണിറ്റ് അല്ല എന്ന് മാത്രം. ഓക്കെ, വേറൊരു എക്സാമ്പിൾ ആണ് ഇത് വർക്ക്. ഇതും എന്താണ്? സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ മാസ്, വോളിയം, വർക്ക്, അങ്ങനെ ഒരുപാട് ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഇപ്പൊ തൽക്കാലം 3 ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയാം. അപ്പൊ ഇത് 3 ഏതാണ്? സ്കേലാർ ക്വാണ്ടിറ്റീസ് ആണ്. അപ്പൊ എന്താ സ്കേലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ? Quantities have only magnitude and no direction. Okay. അപ്പൊ നോക്കുക, എന്റെ സൗണ്ട് ക്ലിയർ അല്ലേ? എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലേ? അപ്പൊ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് മാഗ്നിറ്റ്യൂഡ് മാത്രം, ഡയറക്ഷൻ ഇല്ലാത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, അതിനെ പറയുന്നതാണ് സ്കേലാർ ക്വാണ്ടിറ്റീസ്. സ്കേലാർ ക്വാണ്ടിറ്റീസ് എങ്ങനെയാ കാണിക്കുക? ഒരു നമ്പറും ഒരു യൂണിറ്റും. എക്സാമ്പിൾ ഏതൊക്കെ പറയാം? മാസ് പറയാം, വോളിയം പറയാം, വർക്ക് പറയാം, ടെമ്പറേച്ചർ പറയാം, അങ്ങനെ ഒരുപാട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ക്ലിയർ? ഇനി നമുക്ക് രണ്ടാമത് പറയേണ്ടത് വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആണ്. ഏതാണ്? വെക്റ്റർ ക്വാണ്ടിറ്റീസ്. വെക്റ്റർ ക്വാണ്ടിറ്റീസിന്റെ പ്രത്യേകത എന്തായിരിക്കും? ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടെങ്കിൽ അത് എന്താണ്? വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആണ്. അതിന്റെ പുറമെ ഒരു കണ്ടീഷനും കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താ ആ കണ്ടീഷൻ? എന്താ കണ്ടീഷൻ? പറയൂ. കാണുന്നില്ലേ? വെക്റ്റർ അഡീഷന്റെ വെക്ടറുകൾ തമ്മിൽ കൂട്ടാം, കുറയ്ക്കാം. അപ്പൊ ഈ കൂട്ടുന്ന നിയമങ്ങൾ, അതാണ് ലോസ് ഓഫ് വെക്റ്റർ അഡീഷൻ. വെക്ടേഴ്സ് ആഡ് ചെയ്യാനുള്ള നിയമം, അത് നമ്മൾ പഠിക്കും. ആ ലോയും ആരും ഒബേ ചെയ്യണം? ഫിസിക്കൽ ക്വാണ്ടിറ്റി. അങ്ങനെയാണെങ്കിൽ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് നമുക്ക് എന്ത് പറയാം? വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറയാം. അപ്പൊ എന്താ വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാല്? മാഗ്നിറ്റ്യൂഡും വേണം, ഡയറക്ഷനും വേണം, അതിന്റെ പുറമെ വെക്ടേഴ്സ് ആഡ് ചെയ്യുന്ന റൂള് ഒബേ ചെയ്യണം, നിയമം ഒബേ ചെയ്യണം. അത് നമ്മൾ പറയാം ദ ലോസ് ഓഫ് വെക്റ്റർ അഡീഷൻ. അത് എന്താന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. എന്താ വെക്റ്റർ ക്വാണ്ടിറ്റീസ്? മാഗ്നിറ്റ്യൂഡും വേണം, ഡയറക്ഷനും വേണം. അതേപോലെ തന്നെ വെക്റ്റർ അഡീഷൻ ഒബേ ചെയ്യണം, അനുസരിക്കണം. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിനെ പറയുന്നതാണ് വെക്റ്റർ ക്വാണ്ടിറ്റീസ്. വെക്റ്റർ ക്വാണ്ടിറ്റീസ് സാധാരണ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യാം?
വെക്ടർ ക്വാണ്ടിറ്റീസ് സ്പെസിഫൈഡ് ബൈ, സ്പെസിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ റെപ്രസെന്റ് ചെയ്യുക, എഴുതി കാണിക്കുക. എങ്ങനെയാ എഴുതി കാണിക്കുക? നമ്പർ വിത്ത് യൂണിറ്റ്. ഏതാ? യൂണിറ്റും ഒരു നമ്പർ ഉണ്ടാവും, യൂണിറ്റ് ഉണ്ടാവും, പിന്നെ ഏതും ഉണ്ടാവും? ഡയറക്ഷൻ. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചു അതിന്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ഫോഴ്സ്. ഇതൊക്കെ നേരത്തെ നമ്മൾ പഠിച്ചത് ഡിസ്പ്ലേസ്മെന്റ് ആണ് വെക്ടർ, വെലോസിറ്റി വെക്ടർ ആണ്, ഫോഴ്സ് വെക്ടർ ആണ്. ഇതൊക്കെ വെക്ടർ ക്വാണ്ടിറ്റീസ് ആണ്. സ്പീഡ് വെക്ടർ ആണോ സ്കേലർ ആണോ? സ്കേലർ ആണ് അല്ലെ? നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചതാ, സ്പീഡ് സ്കേലർ ആണ്. ബട്ട് വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെന്റും ഒക്കെ വെക്ടർ ആണ്. എങ്ങനെയാ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് നേരത്തെ പഠിച്ചത്? ഡിസ്പ്ലേസ്മെന്റ് ഇപ്പൊ ഞാനൊരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഡിസ്പ്ലേസ്മെന്റ് ചെയ്തു, -10 മീറ്റർ ആണ്. അപ്പൊ ഈ 10 എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? നമ്പർ. നമ്പർ എന്ന് പറഞ്ഞാല് മാഗ്നിറ്റ്യൂഡ് അല്ലേ? മാഗ്നിറ്റ്യൂഡ്. ഈ മീറ്ററോ? യൂണിറ്റ്. ഈ നെഗറ്റീവ് സൈനോ? ഡയറക്ഷൻ. ഓക്കെ. അപ്പൊ ഇനി ശ്രദ്ധിക്കുക, മൈക്ക് ഓഫ് ആക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. നേരത്തെ നമ്മള് 2 ഡയറക്ഷനേ ഉള്ളൂ, അതുകൊണ്ടാണ് പ്ലസും മൈനസും കൊടുത്തത്. ബട്ട് ഈ ചാപ്റ്റർ മുതൽ നമ്മൾ പ്ലസും മൈനസും അല്ല ഉപയോഗിക്കുക. ഏതിനെ റെപ്രസെന്റ് ചെയ്യാൻ? ഡയറക്ഷനെ റെപ്രസെന്റ് ചെയ്യാൻ. ഡയറക്ഷനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുക ഒരു വെക്റ്റർ റെപ്രസെന്റേഷൻ ഉണ്ട്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, ഇതിപ്പോ നിങ്ങൾക്ക് മനസ്സിലാവില്ല, വെക്ടേഴ്സ് പഠിച്ചെങ്കിലേ മനസ്സിലാവും. ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ ഈ ചാപ്റ്ററിലൊക്കെ എഴുതുക എങ്ങനെയാണ്? 10i മീറ്റർ. ഇത് സാധാരണ ഐ അല്ല, ഐ ക്യാപ്പ് എന്നാ പറയാം. സാധാരണ ഐ മുകളിലൊരു ഡോട്ടാണ്. ഈ ഐക്ക് എങ്ങനെയാണ്? മുകളിലൊരു ക്യാപ്പ് മാതിരിയാ, തൊപ്പി മാതിരിയാ. ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? തൊപ്പി അല്ലേ? തൊപ്പി. ആ, അപ്പൊ ഇങ്ങനെ ഡിസ്പ്ലേസ്മെന്റ് എഴുതിയാൽ ഇത് മാഗ്നിറ്റ്യൂഡ് ആണ്, ഇത് യൂണിറ്റ് ആണ്. ഇത് രണ്ടും നിങ്ങൾക്കറിയാം അല്ലേ? അപ്പൊ ഈ ടേമിനെ ആണ് നമ്മള് ഡയറക്ഷൻ ആയിട്ട് പറയുന്നത്. ഇത് വെക്ടർ റെപ്രസെന്റേഷൻ ആണ്. അപ്പൊ ഇത് എങ്ങനെയാന്നൊക്കെ ഉള്ളത് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ. അപ്പൊ ആ ഭാഗം നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവില്ല, അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. പ്ലസും മൈനസും അല്ല നമ്മൾ ഡയറക്ഷന് വേണ്ടി ഉപയോഗിക്കുക, പകരം എന്താണ്? വെക്ടർ റെപ്രസെന്റേഷൻ ആണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ ഇതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ഫോഴ്സ്, ഇതൊക്കെ പറയാം. ക്ലിയർ അല്ലേ? ആക്സിലറേഷൻ സ്കേലാർ ആണോ വെക്ടർ ആണോ? വെക്ടർ അല്ലേ? അപ്പൊ നോക്കുക, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് 2 ടൈപ്പാണ്. സ്കേലാർ ക്വാണ്ടിറ്റീസും ഉണ്ട്, വെക്ടർ ക്വാണ്ടിറ്റീസും ഉണ്ട്. സ്കേലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് മാത്രം, ഡയറക്ഷൻ ഇല്ല. വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് വേണം, ഡയറക്ഷൻ വേണം, അതിന്റെ പുറമെ അത് വെക്ടർ അഡീഷന്റെ നിയമങ്ങൾ ഒബേ ചെയ്യണം, അനുസരിക്കണം. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഇനി നമ്മൾ ഇവിടെ നോട്ട് ചെയ്യുന്ന ഒരു പോയിന്റ്, ഇത് സാധാരണ എക്സാമിൽ വരുന്ന ഒരു പോയിന്റ് ആണ്. ഇലക്ട്രിക് കറന്റ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. ഇലക്ട്രിക് കറന്റ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. എന്താ ഇതിന്റെ കാരണം? ഇലക്ട്രിക് കറന്റിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. ബട്ട് ഇത് സ്കേലാർ ആണ്. എന്താ ഇതിന്റെ കാരണം? ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് ഒബേ, അനുസരിക്കുന്നില്ല ഏത്? ലോസ് ഓഫ് വെക്ടർ അഡീഷൻ. വെക്ടർ അഡീഷന്റെ നിയമങ്ങൾ, വെക്ടേഴ്സ് തമ്മിൽ കൂട്ടാനുള്ള നിയമങ്ങൾ ആരും ഒബേ ചെയ്യുന്നില്ല ഇലക്ട്രിക് കറന്റ്. അതുകൊണ്ട് ഇലക്ട്രിക് കറന്റിനെ നമ്മൾ സ്കേലാർ ആയിട്ട് എടുക്കുന്നു. അപ്പൊ നമ്മൾ ഏതൊരു സിറ്റുവേഷൻ പറയുമ്പോൾ സാധാരണ ഒരു ജനറൽ റൂള് പറയും, എന്നിട്ട് അവിടെ എക്സെപ്ഷണൽ കേസ് പറയും അല്ലെ? പല സിറ്റുവേഷനിൽ നമ്മൾ എക്സെപ്ഷണൽ കേസ് ഉണ്ടാവും. സ്വർണ്ണോ ചില ആളുകള് അല്ലെ എക്സെപ്ഷണൽ കേസ് ആയിട്ട് നമ്മൾ പറയും. അതേപോലെ ഇവിടെ ഇലക്ട്രിക് കറന്റ് നമ്മൾ ഒരു എക്സെപ്ഷണൽ കേസ് ആയിട്ടാണ് പറയും. ഇലക്ട്രിക് കറന്റിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. ബട്ട് ഇതൊരു വെക്ടർ അല്ല. കാരണം എന്താ? മൂന്നാമത്തെ ക്രൈറ്റീരിയ ഒബേ ചെയ്തില്ല. ഏത് ക്രൈറ്റീരിയ? ദ ലോസ് ഓഫ് വെക്ടർ അഡീഷൻ.
അതുകൊണ്ട് തന്നെ നമ്മള് ഇലക്ട്രിക് കറണ്ടിനെ എന്തായിട്ടാണ് എടുക്കാറുള്ളത്? സ്കാലാർ ക്വാണ്ടിറ്റി ആയിട്ടാണ് എടുക്കാറുള്ളത്. സ്കാലാർ ക്വാണ്ടിറ്റീസിന് നിങ്ങൾ പഠിച്ചത് എന്താ? മാഗ്നിറ്റ്യൂഡ് ആൻഡ് നോ ഡയറക്ഷൻ ആണ്. ബട്ട് ഇലക്ട്രിക് കറണ്ടിനെ സ്കാലാർ ആയിട്ട് എടുക്കാനുള്ള കാരണം എന്താണ്? ഇലക്ട്രിക് കറണ്ടിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഡയറക്ഷനും ഉണ്ട്. ബട്ട് സ്കാലാർ ആയിട്ട് എടുക്കാനുള്ള കാരണം ഇത് വെക്ടർ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റൂല. കാരണം ഇറ്റ് ഡസ് നോട്ട് ഒബേ ലോസ് ഓഫ് വെക്ടർ അഡീഷൻ. അപ്പൊ വെക്ടേഴ്സിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ട് ഇതിനെ നമ്മൾ എന്തായിട്ട് എടുക്കുകയാണ്? സ്കാലാർ ക്വാണ്ടിറ്റി ആയിട്ട് എടുക്കുക. ക്ലിയർ അല്ലേ? അല്ലേ? ഇതിൽ ഡൗട്ട് ഉണ്ടോ? സാറേ, ഇലക്ട്രിക് കറണ്ട് സ്കാലാർ ക്വാണ്ടിറ്റിയിലേക്ക് ആവുമ്പോ പിന്നെ ഡയറക്ഷൻ കൊടുക്കുവോ? ഡയറക്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞത് നമ്മളെ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ സാധാരണ ഒരു റൂള് പറയും. ബട്ട് ആ റൂളിൽ തന്നെ ചില എക്സെപ്ഷണൽ കേസ് ഉണ്ടാവില്ലേ? ചില ആളുകൾ എക്സെപ്ഷണൽ കേസ് ആയിട്ട് വരുന്നത് ഉണ്ടാവില്ലേ? ഇപ്പൊ നമ്മൾ പരിപാടിക്ക് എല്ലാരെയും ക്ഷണിക്കുകയാണ് അല്ലെ? എല്ലാരെയും നമ്മൾ റിസീവ് ചെയ്യും. പെട്ടെന്ന് MLA വരികയെന്ന് വിചാരിക്കാം. MLAക്ക് നമ്മൾ എന്ത് ചെയ്യും? ഒന്നുകൂടി ഒരു അഡീഷണൽ സപ്പോർട്ട് കൊടുക്കും അല്ലെ? അതൊരു എക്സെപ്ഷണൽ കേസാണ്. അതേപോലെ ഇലക്ട്രിക് കറണ്ട് ഒരു എക്സെപ്ഷണൽ കേസാണ്. ഇപ്പൊ എക്സാമ്പിൾ, സാധാരണ നമ്മൾ വീട്ടില് ഒരു പരിപാടി നടത്താണ്. എല്ലാരെയും നമ്മൾ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഭക്ഷണം കഴിപ്പിക്കോ? ഇല്ല, പുറമെ പന്തലുണ്ടാവും അല്ലെ? പുറത്തുനിന്ന് ഭക്ഷണം കൊടുക്കും. ബട്ട് ചിലപ്പോൾ MLA അതേപോലെ നമ്മളെ പള്ളിയിലെ ഉസ്താദുമാര് അങ്ങനെയുള്ള ആളുകളൊക്കെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോൾ വീട്ടിന്റെ ഉള്ളിൽ കയറ്റിയിട്ട് ഭക്ഷണം കൊടുക്കും. പറഞ്ഞോ? അല്ലേ? അതേപോലെ ഇലക്ട്രിക് കറണ്ടിന് ശരിക്കും സ്കാലാർ ക്വാണ്ടിറ്റി പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് മാത്രമേ പറ്റൂ. ബട്ട് ഇലക്ട്രിക് കറണ്ടിന്റെ പ്രശ്നം മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഡയറക്ഷനും ഉണ്ട്. ബട്ട് ഇത് വെക്ടർ ആയിട്ട് എടുക്കാൻ പറ്റുമോ? ഇല്ല, കാരണം ഡസ് നോട്ട് ഒബേ ലോസ് ഓഫ് വെക്ടർ അഡീഷൻ. അതുകൊണ്ട് ഇതിനെ നമ്മൾ ഏതിലേക്ക് ഉൾപ്പെടുത്തുകയാണ്? സ്കാലാർ ക്വാണ്ടിറ്റി. ഓക്കെ. ഇതുപോലെ ഇലക്ട്രിക് കറന്റിന്റെ പോലെ തന്നെ ഡയറക്ഷന് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. ലോസ് ഓഫ് വെക്ടർ അഡീഷന് ഒബേ ചെയ്യുന്നില്ലെങ്കിൽ അത് സ്കാലർ ക്വാണ്ടിറ്റി തന്നെയാണ്. വേറെ അങ്ങനെ ഒരു ക്വാണ്ടിറ്റി ഇല്ല. ഈ ഒരൊറ്റ ക്വാണ്ടിറ്റി ആയിരുന്നു. ഓക്കെ, ഒരൊറ്റ എക്സെപ്ഷണൽ കേസേ ഉള്ളൂ. ആര് മാത്രം? ഇലക്ട്രിക് കറണ്ട് മാത്രം. വേറെ അങ്ങനെ ഒരു ക്വാണ്ടിറ്റി ഇല്ല. വേറെയുള്ള ക്വാണ്ടിറ്റി ഒക്കെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടെങ്കിൽ ഏത് ഒബേ ചെയ്യുന്നുണ്ട്? ലോസ് ഓഫ് വെക്ടർ അഡീഷൻ. ക്ലിയർ അല്ലേ? ലോസ് ഓഫ് വെക്ടർ അഡീഷൻ ഏതാ? ലോസ് ഓഫ് വെക്ടർ അഡീഷൻ നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഇനി നോക്കുക, ഇനി നിങ്ങൾ വളരെ അധികം ശ്രദ്ധിക്കണം. ഈ ഭാഗം ശരിക്കും മനസ്സിലാക്കിയെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് വളരെ ഈസിയാണ്. വെക്ടേഴ്സ് എന്നുള്ള ഭാഗം നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററിലും ആവശ്യമുള്ള ഭാഗമാണ്. അപ്പൊ ശരിക്കും ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് ഇത് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കുക. വളരെ പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധിക്കാം. റെപ്രസെന്റേഷൻ ഓഫ് എ വെക്ടർ. ഒരു വെക്ടറിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, എങ്ങനെ കാണിക്കാം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ രണ്ട് ടൈപ്പ് റെപ്രസെന്റേഷൻ ഉണ്ട്. ഏതൊക്കെയാ രണ്ട് ടൈപ്പ് റെപ്രസെന്റേഷൻ? ഒന്ന് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്, നമുക്ക് ചിത്രം വരച്ച് കാണിക്കാം. ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യാം. രണ്ടാമത്തത് ന്യൂമറിക്കൽ റെപ്രസെന്റേഷൻ ആണ്, നിങ്ങൾക്ക് ലെറ്റർ അല്ലെ സിമ്പൽ ഉപയോഗിച്ച് കാണിക്കാം. ഒന്ന് ഗ്രാഫിക്കൽ, ചിത്രത്തിലൂടെ കാണിക്കുന്നത്. മറ്റേത് ഏതാണ്? ന്യൂമറിക്കൽ. ന്യൂമറിക്കൽ എന്ന് പറഞ്ഞാല് സാധാരണ സിമ്പല് അല്ലെ ലെറ്റർ ഒക്കെ ഉപയോഗിച്ച് കാണിക്കുന്നത്. അപ്പൊ ഈ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഞാൻ പറയുന്നത്. ശ്രദ്ധിക്കാം, ഒരു വെക്ടറിനെ എങ്ങനെ നമുക്ക് ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യാം? മൈക്ക് എല്ലാവരും ഓഫ് ആക്കുക. ഒരു വെക്ടറിനെ നമുക്ക് എങ്ങനെ ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യാം? നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. represented by a straight line. With an arrow head. ഒരു വെക്ടറിനെ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യാം?
ഗ്രാഫിക്കലായിട്ട് ഒരു വെക്ടറിനെ എങ്ങനെയാ എഴുതുക, എങ്ങനെയാ കാണിക്കുക? ഒരു വിത്ത് ആരോ ഹെഡ് അറിയില്ല, ഈ എൻഡ് അല്ലേ? ക്ലിയർ അല്ലേ? നോക്കുക, ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ ലെങ്ത് ഇതാണ് മാഗ്നിറ്റ്യൂഡ്. ഒരു വെക്ടർ ക്വാണ്ടിറ്റിക്ക് മാഗ്നിറ്റ്യൂഡും വേണം, ഡയറക്ഷനും വേണം. അപ്പൊ ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ ലെങ്ത് ഏതാണോ അതാണ് മാഗ്നിറ്റ്യൂഡ്. ഈ ആരോ ഹെഡ് ഇതാണ് ഏതിനെ സൂചിപ്പിക്കുന്നത്? ഡയറക്ഷൻ. അപ്പൊ ഈ വെക്ടർ ക്വാണ്ടിറ്റിയുടെ ഡയറക്ഷൻ എങ്ങോട്ടാ? റൈറ്റിലേക്ക് അല്ലേ? അപ്പൊ ഞാൻ വേറൊരു വെക്ടർ ക്വാണ്ടിറ്റി എഴുതാം. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് പറയുന്നത്. ഞാൻ വേറൊരു വെക്ടർ ക്വാണ്ടിറ്റി റെപ്രസെന്റ് ചെയ്യാൻ ശ്രദ്ധിക്കാം. അപ്പൊ ഈ വെക്ടർ ക്വാണ്ടിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ഏതാണ്, ഡയറക്ഷൻ ഏതാണ്? മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത്, ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ആരോ ഹെഡ്, ഇതാണ് ഡയറക്ഷൻ. അപ്പൊ ഇത് ഈ വെക്ടർ ക്വാണ്ടിറ്റിയുടെ ഡയറക്ഷൻ എങ്ങോട്ടാ? മുകളിലോട്ട് അല്ലേ? അപ്പൊ വേറൊരു വെക്ടർ ക്വാണ്ടിറ്റി ശ്രദ്ധിക്കുക. ഞാൻ വേറൊരു വെക്ടർ ക്വാണ്ടിറ്റി എടുക്കുക. വേറൊരു വെക്ടർ ക്വാണ്ടിറ്റി. അപ്പൊ ഈ റെപ്രസെന്റേഷൻ ക്ലിയർ അല്ലേ? ഗ്രാഫിക്കൽ റെപ്രസെന്റേഷന് നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. എന്താ ചെയ്യേണ്ടത്? ഒരു സ്ട്രെയിറ്റ് ലൈൻ വിത്ത് ആൻ ആരോ ഹെഡ്. ക്ലിയർ ആണോ? അപ്പൊ ഇത് ഞാൻ വേറൊരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അപ്പൊ ഈ ലെങ്ത് ഏതാ പറയും? ഈ ലെങ്ത് ഏതാണ്? മാഗ്നിറ്റ്യൂഡ് ആണ് അല്ലേ? ഈ ആരോ ഹെഡ് ഏതാണ്? ഡയറക്ഷൻ ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഒരു വെക്ടർ ക്വാണ്ടിറ്റീസിനെ നമ്മൾ എങ്ങനെയാണ് ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യുക? ചിത്രത്തിലൂടെ കാണിക്കുക എങ്ങനെയാ? സ്ട്രെയിറ്റ് ലൈൻ വിത്ത് ആൻ ആരോ ഹെഡ് അല്ലേ? ലൈനിന്റെ ലെങ്ത് ഏതാണ്? മാഗ്നിറ്റ്യൂഡ്. ആരോ ഹെഡ് ഏതാണ്? ഡയറക്ഷൻ ആണ്. ഇത് ക്ലിയർ ആണോ? അപ്പൊ ഇതാണ് നമ്മളെ രണ്ടാമത്തെ പോയിന്റ് ഇതിൽ പറഞ്ഞത്. ലെങ്ത് ഓഫ് ദ ലൈൻ ഗിവ്സ് ദ മാഗ്നിറ്റ്യൂഡ്. ക്ലിയർ അല്ലേ? ആൻഡ് ദ ആരോ ഹെഡ് ഗിവ്സ് ദ ഡയറക്ഷൻ. ആ ലൈനിന്റെ ലെങ്ത് നൽകുന്നത് മാഗ്നിറ്റ്യൂഡ് ആണ്. ആരോ ഹെഡ് സൂചിപ്പിക്കുന്നത് എന്താണ്? ഡയറക്ഷനെയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ന്യൂമറിക്കൽ റെപ്രസെന്റേഷൻ. രണ്ട് ടൈപ്പ് റെപ്രസെന്റേഷൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനും ഉണ്ട്, ന്യൂമറിക്കൽ റെപ്രസെന്റേഷനും ഉണ്ട്. അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ന്യൂമറിക്കൽ റെപ്രസെന്റേഷൻ ആണ്. ന്യൂമറിക്കൽ റെപ്രസെന്റേഷൻ വളരെ ഈസിയാണ്. എങ്ങനെയാ ഒരു വെക്ടർ റെപ്രസെന്റ് ചെയ്യുക? ബൈ ആൻ ആൽഫബറ്റ്. ഏത് ആൽഫബറ്റ് നമ്മൾ ഉപയോഗിക്കുക? ഇംഗ്ലീഷിലുള്ള ആൽഫബറ്റ് തന്നെയാണ് ഉപയോഗിക്കുക. ഇനി ചില ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക ഗ്രീക്ക് ലെറ്റർ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ ആ ആൽഫബറ്റ് ഉപയോഗിക്കും കേട്ടോ. അപ്പൊ ഈ റെപ്രസെന്റഡ് ബൈ ആൻ ആൽഫബറ്റ് ഈതർ ഇൻ, രണ്ട് ഓപ്ഷൻ ഉണ്ട് അവിടെ തന്നെ. ഈതർ ഇൻ ബോൾഡ് ഫേസ്. ബോൾഡ് ഫേസ് പറഞ്ഞാൽ കട്ടിയിൽ കാണിക്കാം. അതല്ലെങ്കിൽ വിത്ത് ആൻ ആരോ ഓവർ ഇറ്റ്. അപ്പൊ എങ്ങനെയാണ് ന്യൂമറിക്കൽ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ? ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഒരു ആൽഫബറ്റ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാം. ആൽഫബറ്റ് എങ്ങനെയായിരിക്കണം? ഒന്നുകിൽ ബോൾഡ് ഫേസിലായിരിക്കണം. ബോൾഡ് ഫേസ് എന്ന് പറഞ്ഞാൽ കട്ടിയിൽ. അല്ലെങ്കിലോ ആ ആൽഫബറ്റിന്റെ മുകളിൽ ഒരു ആരോ ആണ്. ഇപ്പൊ എക്സാമ്പിൾ ഒന്നാമത്തെ നോക്ക്. ഇവിടെ ഞാൻ പറഞ്ഞുതരാം. ഫോഴ്സ് വെക്ടർ ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഏതാ? എ ഫോഴ്സ് വെക്ടർ ക്യാൻ ബി റെപ്രസെന്റഡ്. ഒരു ഫോഴ്സ് വെക്ടർ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഒരു ഫോഴ്സ് വെക്ടർ റെപ്രസെന്റ് ചെയ്യാൻ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ന്യൂമറിക്കൽ റെപ്രസെന്റേഷൻ തന്നെ രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ ഏതൊക്കെയാ രണ്ടെണ്ണം? ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫോഴ്സിനെ നമ്മൾ ഏത് സിമ്പിളോടെ സാധാരണ റെപ്രസെന്റ് ചെയ്യാൻ പറയും? ഫോഴ്സ് എന്നുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി, ബലം.
ബലം എന്നുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏത് സിമ്പൽ കൊണ്ടാ റെപ്രസെന്റ് ചെയ്യാം കാണിക്കാം? എഫ് അല്ലേ? Yes. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാ പറഞ്ഞത്? ആൽഫബറ്റ് എങ്ങനെ കാണിക്കണം? ഒന്നുകിൽ ഈതർ ഇൻ ബോൾഡ് ഫേസ് അല്ലെങ്കിലോ ആരോ എവിടെ? അതിന്റെ മുകളിൽ. അപ്പൊ ഇങ്ങനെയാ കാണിക്കാം. ഓക്കെ ആണോ? അല്ലെങ്കിലോ ബോൾഡ് ഫേസിൽ. ബോൾഡ് ഫേസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? കട്ടിയിൽ കാണിക്കാം. എങ്ങനെയാ കട്ടി കാണിക്കുക നോക്കാം. ഇങ്ങനെ കട്ടിയിൽ കാണിക്കാം. ഓക്കെ ആണോ? അപ്പൊ രണ്ട് രൂപത്തിൽ കാണിക്കാം. എങ്ങനെയൊക്കെയാ കാണിക്കുക? ഒന്നെങ്കിൽ സിമ്പൽ എഴുതിയിട്ട് അതിന്റെ മുകളിൽ ഒരു ആരോ മാർക്ക് കൊടുക്കുക. അതല്ലെങ്കിലോ സിമ്പൽ മാത്രം കട്ടിയിൽ കാണിക്കാം. അപ്പൊ ആ പോയിന്റ് ക്ലിയർ അല്ലേ? റെപ്രസെന്റഡ് ബൈ അല്ലെ? റെപ്രസെന്റഡ് ബൈ ആൻ ആൽഫബറ്റ് ഈതർ ഇൻ ബോൾഡ് ഫേസ്. ഒന്നുകിൽ കട്ടിയിൽ കാണിക്കുക, അതല്ലെങ്കിൽ അതിന്റെ മുകളിൽ ഒരു ആരോ മാർക്ക് കൊടുക്കുക. ഇത് ക്ലിയർ ആണോ? സർ ആ ഏരോ മാർക്ക് ഡയറക്ഷൻ അനുസരിച്ചിട്ടാ കൊടുക്കണ്ടേ? അല്ലല്ല, ആരോ മാർക്ക് എപ്പോഴും റൈറ്റിലേക്ക് കൊടുക്കാവും. മുകളിലുള്ള ആരോ മാർക്ക് എപ്പോഴും റൈറ്റിലേക്കാണ് കൊടുക്കുക. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ അല്ല, ന്യൂമറിക്കൽ റെപ്രസെന്റേഷൻ ആണ്. ഓക്കെ ആണോ? ഫോഴ്സ് ബലം റൈറ്റിലേക്കാണെങ്കിലും ലെഫ്റ്റിലേക്കാണെങ്കിലും മുകളിലേക്കാണെങ്കിലും താഴോട്ടാണെങ്കിലും ഒക്കെ സിമ്പല് നമ്മൾ എഫ് അതിന്റെ മുകളിൽ ഒരു ആരോ മാർക്ക് അങ്ങനെയാ കൊടുക്കുക. അപ്പൊ ഈ സിമ്പൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്ഷൻ എങ്ങോട്ടാന്നുള്ളത് മനസ്സിലാവില്ല. അത് മനസ്സിലാവണമെങ്കിൽ ഏത് തന്നെ വേണം? ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വേണം. ഇനി ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഉപയോഗിക്കേണ്ട സിമ്പൽ, നമ്മൾ നോട്ട്ബുക്കിലൊക്കെ ഉപയോഗിക്കേണ്ട സിമ്പൽ ഈ ഫസ്റ്റ് ആണ്. ഈ ഫസ്റ്റ് സിമ്പലാണ് നമ്മൾ നോട്ട്ബുക്കിലൊക്കെ ഉപയോഗിക്കേണ്ടത്. ബട്ട് നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്കിലും ബാക്കിയുള്ള ടെക്സ്റ്റ് ബുക്കിലും ഒക്കെ ഈ സിമ്പലാണ് ഉണ്ടാവുക. അപ്പൊ നമ്മളെ സൗകര്യം എങ്ങനെയാണ്? ഇങ്ങനെ ഓരോന്നും കട്ടിയിൽ എഴുതാണോ? അല്ല, ആ സിമ്പൽ എഴുതിയിട്ട് അതിന്റെ മുകളിൽ ഒരു ആരോ മാർക്ക് കൊടുക്കുക. അപ്പൊ നിങ്ങൾ ഉപയോഗിക്കേണ്ട നോട്ട്ബുക്കിൽ എഴുതുമ്പോഴും എക്സാമിന് എഴുതുമ്പോഴും ഒക്കെ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഈ ഫസ്റ്റ് റെപ്രസെന്റേഷൻ ആണ്. അപ്പൊ നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉണ്ടാവുക ഈ രണ്ടാമത്തെ റെപ്രസെന്റേഷൻ ആണ്. ഇപ്പൊ എക്സാമ്പിള് ഞാൻ നിങ്ങളെ NCERT ടെക്സ്റ്റ് ബുക്കിന്റെ ഒരു ചെറിയ ഭാഗമാണ് എടുത്തത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ആക്സിലറേഷൻ വെലോസിറ്റി കണ്ടോ? കണ്ടില്ലേ? എങ്ങനെയാ കൊടുത്തത്? കട്ടിയിലാണ്. നിങ്ങൾ എഴുതേണ്ട എങ്ങനെയാ? നിങ്ങൾ വെലോസിറ്റി എഴുതുകയാണെങ്കിൽ ബി എഴുതിയിട്ട് അതിന്റെ മുകളിൽ ഒരു ആരോ മാർക്ക് കൊടുത്താൽ മതി. ഇവിടെ ആക്സിലറേഷൻ നോക്കുക. എങ്ങനെയാ കൊടുത്തത്? ആക്സിലറേഷൻ ബോൾഡ് ഫേസ്. ബട്ട് നിങ്ങൾ എഴുതുമ്പോ എ എഴുതുക, അതിന്റെ മുകളിൽ ഒരു ആരോ മാർക്ക് കൊടുക്കുക. ഇത് ക്ലിയർ ആണോ? സിമ്പിൾ മാത്രം കട്ടി കൊടുത്താൽ മതി, ആരോ മാർക്ക് കൊടുത്താൽ മതി. കട്ടിയില് ഒന്നെങ്കിൽ കട്ടിയിൽ കൊടുക്കുക, അല്ലെങ്കിൽ സിമ്പിൾ എഴുതിയിട്ട് മുകളിൽ ആരോ മാർക്ക് കൊടുക്കുക. ബട്ട് നിങ്ങൾ എഴുതേണ്ടത് ഇത് പ്രിന്റഡ് വേർഷനിലൊക്കെ എങ്ങനെയാ വരിക? ബോൾഡ് ലെറ്ററിലാണ് കൊടുക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുന്നത്? കൊടുക്കുക വേണ്ട. ഓക്കെ ആണോ? ഓക്കെ സാർ, അത് വെലോസിറ്റിൻ്റെത് കാണിക്കുന്നത് വ്യത്യാസം ഉണ്ടല്ലോ. വെലോസിറ്റിന് എന്താ വ്യത്യാസം? ബോൾഡ് ആയിട്ടല്ലേ കൊടുത്തത്? നോക്ക്, വി അല്ല, DR കൊടുത്തിട്ടില്ലേ? ആറിന് എന്താണ് ബോൾഡ്? പറഞ്ഞാല് ആറും വെക്ടർ. ആറ് എന്ന് പറഞ്ഞാൽ പൊസിഷൻ വെക്ടർ ആണ്. നിങ്ങൾ പഠിക്കാൻ പോകുന്നതല്ലോ കേട്ടോ. ഏതാണ്? പൊസിഷൻ വെക്ടർ ആണ്. അതും ബോൾഡിലാണ് കൊടുത്തത്. അത് നിങ്ങൾ എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതേണ്ടത്? ആറ് ഇങ്ങനെ എഴുതണം. ഓക്കെ അല്ലേ?
അപ്പൊ നമ്മളിപ്പോ പഠിച്ചത് ഒരു വെക്ടർ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. രണ്ട് ടൈപ്പ് റെപ്രസെന്റേഷൻ ഉണ്ട്, ഗ്രാഫിക്കലും ഉണ്ട്, ന്യൂമറിക്കലും ഉണ്ട്. ഗ്രാഫിക്കൽ ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മൈക്ക് എല്ലാവരും ഓഫ് ആക്കാം. ഗ്രാഫിക്കൽ ആകുമ്പോ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സിമ്പൽ, ഒരു ലൈന് വരയ്ക്കുക, ഒരു ആരോ മാർക്ക് കൊടുക്കുക. അതിന്റെ ലൈനിന്റെ ലെങ്ത് മാഗ്നിറ്റ്യൂഡ്, ആരോ മാർക്ക് എന്താണ്, ഡയറക്ഷൻ ആണ്. ന്യൂമറിക്കൽ റെപ്രസെന്റേഷൻ ആകുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഒരു സിമ്പൽ എഴുതുക, ആ സിമ്പലിന്റെ മുകളിൽ ഒരു ആരോ മാർക്ക് കൊടുക്കുക. അതല്ലെങ്കിൽ സിമ്പൽ ഏതിൽ കാണിക്കുക, ബോൾഡ് ഫേസിൽ കാണിക്കുക. അപ്പൊ നിങ്ങൾ ഉപയോഗിക്കേണ്ട റെപ്രസെന്റേഷൻ എങ്ങനെയാണ്, സിമ്പൽ എഴുതിയിട്ട് അതിന്റെ മുകളിൽ ആരോ മാർക്ക് കൊടുക്കുക. ബട്ട് ബോൾഡ് ഫേസിലാണ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലൊക്കെ കാണുക. ഇനി നമുക്ക് പറയേണ്ടത് ഈക്വൽ വെക്ടേഴ്സ് ആണ്. എപ്പോഴാണ് രണ്ട് വെക്ടേഴ്സ് സെയിം ആവുക, അതാണ് ഈക്വൽ അല്ലെ. ഈക്വൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെയിം ആവുക അല്ലെ. അപ്പൊ എപ്പോഴാണ് രണ്ട് വെക്ടേഴ്സ് സെയിം ആവുക, ഈക്വൽ വെക്ടേഴ്സ്. ഒന്ന് വായിച്ചു നോക്കൂ, എന്താണ് എപ്പോഴാ രണ്ട് വെക്ടേഴ്സ് സെയിം ആവുക? ഒരു രണ്ട് ആളുകള് സെയിം ആണെങ്കിൽ, ഇപ്പൊ നമ്മൾ പറയാണ് അവരെ വീട്ടിലുള്ള, നമ്മൾ സാധാരണ പറയാറില്ലേ ഇരട്ട കുട്ടികൾ അല്ലേ, ട്വിൻസ് പറയാറില്ലേ, ഇരട്ട കുട്ടികള്. അവരെ സ്വഭാവം എങ്ങനെയായിരിക്കും, ഒരേ നാച്ചർ ആയിരിക്കും അല്ലേ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അവരെന്ത് പറയാം, ദേ ആർ ഈക്വൽ. കാരണം എന്താ, അവരെല്ലാ അർത്ഥത്തിലും ഒരേപോലെ ഉണ്ടാവുക. സാധാരണ ഒരേ ക്യാരക്ടർ രണ്ടാക്കും ഉണ്ടാവുക, ഒരേ ഹൈറ്റ് ഉണ്ടാവുക, ഒരേ ഫേസ് കട്ടാണ് ഉണ്ടാവുക അല്ലേ. ചിലപ്പോ നമുക്ക് പുറമെ നോക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പോലും പറ്റാത്ത ഒരവസ്ഥ വരും, രണ്ടുപേരും ഒരേ ഡ്രസ് ഇട്ടാൽ. നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ ഇരട്ട കുട്ടികളായിട്ട്? ബ്രദർ ഉണ്ട്. ഓക്കെ. അപ്പൊ നോക്കുക, അപ്പൊ ഇവിടെ ഈക്വൽ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് വെക്ടേഴ്സ് എല്ലാ അർത്ഥത്തിലും സെയിം ആയിരിക്കും. അപ്പൊ ഇവിടെ വെക്ടേഴ്സ് പറയാ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ആണ്. അപ്പൊ രണ്ടും ഈക്വൽ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ടിനും എന്തായിരിക്കണം, ഒരേ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കണം, ഒരേ ഡയറക്ഷൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ രണ്ടും എന്താണ്, ഈക്വൽ വെക്ടേഴ്സ് ആണ്. അപ്പൊ ദേ ഹാവ് ദ സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് സെയിം ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എന്താണ്, ദേ ആർ ഈക്വൽ വെക്ടേഴ്സ്. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. അപ്പൊ ഞാൻ രണ്ട് വെക്ടർ എടുക്കാം. ഞാൻ എടുക്കുന്ന രണ്ട് വെക്ടർ ഏതൊക്കെയാണ്? ഒന്ന് വെക്ടർ എ ആണ്, അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഈ താഴെ കാണിച്ചത്. രണ്ടാമത്തെ വെക്ടർ ഏതാണ്? വെക്ടർ ബി ആണ്, അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് താഴെ കാണിച്ചത്. അപ്പൊ ഇവിടെ എനിക്ക് എഴുതാം എയും ബിയും എന്താണ്, ഈക്വൽ ആണോ അല്ലേ? ഈക്വൽ ആണ്. ഈക്വൽ ആണ്. ഒരേ ലെങ്ത് ആണ് രണ്ടിനും. ആരോ മാർക്കിന്റെ ലെങ്ത് നോക്കുക, ഒരേ ലെങ്ത് ആണ്. അപ്പൊ സെയിം മാഗ്നിറ്റ്യൂഡ് ആയി. ആം ഐ കറക്റ്റ്? ഒരേ ഡയറക്ഷൻ, ഒന്ന് റൈറ്റും ഒന്ന് ലെഫ്റ്റും ആണോ? അല്ല, രണ്ട് റൈറ്റിലേക്കാണ്. അപ്പൊ ഒരേ ഡയറക്ഷനുമാണ്. അപ്പൊ ഈ രണ്ട് വെക്ടേഴ്സ് നമുക്ക് എന്ത് പറയാം? ദേ ആർ ഈക്വൽ എന്ന് പറയാം. ഡൗട്ട്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് 30 ആണെങ്കിൽ എങ്ങനെ വരക്കാം ആ സ്ട്രേറ്റ് ലൈന്? 30 ആണെങ്കിലോ? ആ ഒരു 30, 40 ആണെങ്കിൽ എങ്ങനെ വരക്കാം? അത്രയും ഇതായി വരക്കണോ, മെഷർ ചെയ്ത് വരക്കണോ? വേണ്ട. നമ്മള് സാധാരണ ഗ്രാഫ് റെപ്രസെന്റ് ചെയ്യാൻ എങ്ങനെ ചെയ്യാറ്? ആദ്യത്തെ 10 ഡിവിഷൻ നമ്മൾ കൊടുക്കല്ലേ ചെയ്യാം, മീറ്റർ ചെയ്യാം. 4 നമുക്ക് ഏത് സ്കെയിൽ എടുത്തൂടെ അല്ലേ? ഷോർട്ടാക്കി ഇങ്ങനെ കൊണ്ടുവരും. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്താൽ മതി, ഈ ലെങ്ത് ഇങ്ങനെ എടുത്താൽ മതി. ഇപ്പൊ നമുക്ക് 30 40 തമ്മില് 30 ലെങ്ത് ഉള്ള 30 മീറ്ററും 40 മീറ്ററും ലെങ്ത് ഉള്ള രണ്ട് വെക്ടർ ക്വാണ്ടിറ്റീസിനെ വരയ്ക്കണം എന്ന് വിചാരിക്കാം. സാറേ, യെസ്,
ഒരൊറ്റ സെക്കൻഡ്, ഞാൻ നിങ്ങളെ ഫോണിൽ വിളിക്കാം, ഒന്ന് എടുക്കണേ. ഓ അത് നമുക്ക് അതിനനുസരിച്ചുള്ള സ്കെയില് വരച്ചാൽ മതി. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാല് നമ്മള് ഹലോ അവിടെ നോക്കുക, ശ്രദ്ധിക്കുക. ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ നമുക്ക് എക്സാമ്പിൾ 1 കിലോമീറ്റർ ലെങ്ത് ഉള്ള ഒരു ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ വരയ്ക്കണം എന്ന് വിചാരിക്കാം. ഇപ്പൊ ഒരു ഡിസ്പ്ലേസ്മെന്റ് കൊടുത്തത് -10 കിലോമീറ്റർ ആണ്. അപ്പൊ ഇതിനെ നിങ്ങൾക്ക് ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യണം. നിങ്ങൾ 10 കിലോമീറ്റർ ഉള്ള ലെങ്ത് ഉള്ള ആരോ എടുക്കണമെന്നില്ല. നിങ്ങൾ ഒരു പെർട്ടിക്കുലർ ലെങ്ത് എടുത്താൽ മതി, എന്നിട്ട് അത് മാർക്ക് ചെയ്താൽ മതി. ഇത് എത്രയാണ്? 10 കിലോമീറ്റർ. നമ്മൾ സാധാരണ ഗ്രാഫ് ചെയ്യാറുള്ളത് പോലെ ഇത്ര ഡിവിഷൻ ഈക്വൽ ടു ഇത്ര മീറ്റർ എന്ന് കൊടുക്കാറില്ല, അതേപോലെ ചെയ്താൽ മതി. കൺസെപ്റ്റ് ക്ലിയർ ആണോ? അതിന്റെ സ്കെയിലിന് എഴുതണോ? എഴുതണ്ട, ഒരു സ്കെയിലും എഴുതണ്ട. അത് ജസ്റ്റ് ഇങ്ങനെ വരച്ചിട്ട് അതിന്റെ നേരെ എഴുതിയാൽ മതി. ഇത് ഇത്ര 10 കിലോമീറ്റർ ആണ്. മൈനസ് ആകുമ്പോൾ ലെഫ്റ്റ് എടുക്കണ്ടേ? ലെഫ്റ്റ് മൈനസ് ആകുമ്പോൾ ലെഫ്റ്റ് എടുക്കണം. ഓക്കെ, ക്ലിയർ ആണോ? അല്ലാതെ അത്രയും ലെങ്ത് ഉള്ളത്. അപ്പൊ എക്സാമ്പിൾ, വേറൊരു എക്സാമ്പിൾ നോക്ക്. ഇപ്പൊ നിങ്ങൾക്ക് 2 വെക്ടർ വരയ്ക്കണം. ഒരു വെക്ടർ 10 കിലോമീറ്ററും മറ്റേ വെക്ടർ 40 കിലോമീറ്ററും ആണെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇതേ ഉള്ളൂ. ഒന്നാമത്തത് ഇങ്ങനെ എഴുതുക, 10 കിലോമീറ്റർ, ആരോ മാർക്ക് കൊടുക്കുക. രണ്ടാമത്തത് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്ര ടൈംസ് ആണ്? 40 കിട്ടണ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 4. അപ്പൊ ഇതിന്റെ ലെങ്ത്തിന്റെ 4 ടൈംസ് ആയിരിക്കണം ഇത് രണ്ടാമത്തത്. സർ കറക്റ്റ് 4 ആണോ? 4 ടൈംസ് ആണോ? കാരണം രണ്ടും ഇങ്ങനെ കമ്പയർ ചെയ്ത് വരയ്ക്കുമ്പോ 4 ടൈംസ് കാണിക്കണം. ഒന്ന് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഓക്കെ അല്ലേ? അപ്പൊ ഇനി നോക്കുക. ഇനി നമുക്ക് ഇവിടെ ലാസ്റ്റ് പറഞ്ഞ ഒരു പോയിന്റ് നോക്കാം. If a vector is displaced parallel to itself, it remains equal to itself. അതായത് ഒരു വെക്ടർ നിങ്ങൾ അതിന് പാരലൽ ആയിട്ട് മൂവ് ചെയ്താൽ ആ വെക്ടറിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല എന്നാ പറഞ്ഞത്. If a vector is displaced parallel to itself, it remains equal to itself. എന്താ പറഞ്ഞത്? ഒരു വെക്ടർ നിങ്ങൾ പാരലൽ ആയിട്ട് മൂവ് ചെയ്താൽ ആ വെക്ടർ ഏതിന് തുല്യമായിരിക്കും? നേരത്തെ ഉണ്ടായിരുന്ന വെക്ടറിന് തന്നെ തുല്യമാണ്. അതായത് അതിൽ മാറ്റമില്ല എന്നാണ് അർത്ഥം. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ ഈ വെക്ടർ എടുക്കുകയാണ്. ഈ ഫസ്റ്റ് എ എന്നുള്ള വെക്ടർ. എ എന്നുള്ള വെക്ടറിനെ ഞാൻ ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ഇതിനെ പാരലൽ ആയിട്ട് ഇവിടെ കൊണ്ടുപോയി വെക്കുക. മൂവ് ചെയ്തിട്ട് പാരലൽ ആയിട്ട് ഇവിടെ കൊണ്ടുപോയി വെക്കുക. അപ്പൊ ഈ വെക്ടർ മാറുമോ എന്നാ ചോദിക്കുന്നത്. ഈ വെക്ടർ മാറൂല, അതേ വെക്ടർ തന്നെ വരും. അപ്പൊ ഇത് നമുക്ക് ഏത് തന്നെ കൊടുക്കാം? എ തന്നെ കൊടുക്കാം. കാരണം എന്താ? ഇത് ഏതിന് പാരലലാ? ഇതിന് തന്നെ പാരലൽ അല്ലേ?
Yes or no? Yes, sir. Parallel അല്ലേ? Yes. അതേസമയം നിങ്ങൾ ഏനെ എടുത്തിട്ട് ലെങ്തിലൊന്നും മാറ്റല്ല, ബട്ട് ഡയറക്ഷൻ നിങ്ങളൊന്ന് നേരെ മാറ്റി കുത്തനാക്കി. അപ്പൊ ഇതിന് നമുക്ക് എന്ന് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? നേരത്തെ ഉള്ള ഡയറക്ഷൻ മാറിയിട്ടുണ്ട്. Yes or no? ഓക്കെ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി, ഒരു വെക്ടർ അതിന് പാരലൽ ആയിട്ട് എവിടെ കൊണ്ടുപോയി വെച്ചാലും ആ വെക്ടറിൽ മാറ്റം ഉണ്ടാവില്ല. ഒരു വെക്ടർ അതിന് പാരലൽ ആയിട്ട് എവിടെ കൊണ്ടുപോയി വെച്ചാലും ഒരു മാറ്റവും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം, ശ്രദ്ധിക്കാം. വേറൊരു എക്സാമ്പിൾ. നോക്കാം. വേറൊരു എക്സാമ്പിൾ. അപ്പൊ ഇതൊരു വെക്ടർ, ഇതിനെ ഞാൻ മാർക്ക് ചെയ്യാണ് സി എന്ന് മാർക്ക് ചെയ്യാം. ഈ വെക്ടറിനെ ഞാൻ ഇതിന് പാരലൽ ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുപോയി വെക്കുകയാണ് താഴെ. അപ്പൊ ഈ ലൊക്കേഷൻ ഒന്ന് നോക്കുക നിങ്ങൾ. ഇതിനെ പാരലൽ ആയിട്ടാണ് കൊണ്ടുവെക്കുന്നത്. അപ്പൊ ഈ വെക്ടർ മാറുമോ? മാഗ്നിറ്റ്യൂഡിൽ മാറ്റണ്ടോ? ഡയറക്ഷനിൽ മാറ്റണ്ടോ? ഇല്ല. അപ്പൊ ഇത് എനിക്ക് തന്നെ മാർക്ക് ചെയ്യാം, സി മാർക്ക് ചെയ്തൂടെ? അപ്പൊ നമ്മളെ ലാസ്റ്റ് പോയിന്റ് എന്താ? ഇഫ് എ വെക്ടർ ഈസ് ഡിസ്പ്ലേസ്ഡ് പാരലൽ ടു ഇറ്റ്സെൽഫ്, ഒരു വെക്ടർ അതിന്റെ പാരലൽ ആയിട്ട് നിങ്ങൾ മൂവ് ചെയ്താൽ ഇറ്റ് റിമെയിൻസ് ഈക്വൽ ടു ഇറ്റ്സെൽഫ്, അത് ആ വെക്ടറിൽ ഒരു മാറ്റവും ഇല്ല, അത് നേരത്തെ ഉള്ള വെക്ടർ തന്നെ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ ഏതൊരു വെക്ടറിനെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോവാം. ബട്ട് കണ്ടീഷൻ ഉണ്ട്, ഏതിലും മാറ്റം ഉണ്ടാവരുത്. മാഗ്നിറ്റ്യൂഡും മാറരുത്, ഡയറക്ഷനും മാറരുത്. അപ്പൊ ഈ രണ്ട് വെക്ടറും നോക്കൂ നിങ്ങൾ. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും മാറ്റണ്ടോ? ഉണ്ടോ? ഈ രണ്ട് വെക്ടറും നോക്ക്, മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ മാറ്റണ്ടോ? ഇല്ല. സി ഉണ്ടോ? ഇല്ല. അപ്പൊ ഇത് രണ്ട് സെയിം അല്ലേ? ഓക്കെ. ഇനി നമുക്ക് അടുത്തത് പറയേണ്ടത് ശ്രദ്ധിക്കാം, നെഗറ്റീവ് ഓഫ് എ വെക്ടർ. ഇനി നമുക്ക് പറയേണ്ടത് ഏതാണ്? നെഗറ്റീവ് ഓഫ് എ വെക്ടർ. അപ്പൊ ഒരു വെക്ടർ, നെഗറ്റീവ് വെക്ടർ എന്താ? നെഗറ്റീവ് വെക്ടർ എന്ന് പറഞ്ഞാൽ, നെഗറ്റീവ് വെക്ടർ എന്ന് പറഞ്ഞാൽ എ വെക്ടർ വിത്ത് ദ സെയിം മാഗ്നിറ്റ്യൂഡ്. മാഗ്നിറ്റ്യൂഡിൽ ഒരു മാറ്റവും ഇല്ല, ബട്ട് ഡയറക്ഷനോ ഓപ്പോസിറ്റ് ആണ്. അങ്ങനെയുള്ള വെക്ടേഴ്സിനെ പറയുന്നതാണ് ഇത് നെഗറ്റീവ് വെക്ടർ. ചില ആളുകളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് നെഗറ്റീവ് ക്യാരക്ടറാണ് അല്ലേ? നേരെ ഓപ്പോസിറ്റ് സ്വഭാവമാണ്. ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോവാം, ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യാതിരിക്കുക അല്ലെ? നെഗറ്റീവ് ക്യാരക്ടർ. അപ്പൊ ഇവിടെ നെഗറ്റീവ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? വെക്ടർ വിത്ത് സെയിം മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഒരു എക്സാമ്പിൾ ആണ് ഞാൻ കാണിച്ചത്. ഈ ഫസ്റ്റ് വെക്ടറിനെ ഞാൻ എ എന്ന് കൊടുക്കാം, എ. രണ്ടാമത്തെ വെക്ടർ ഞാൻ ബി എന്ന് കൊടുക്കാം. അപ്പൊ എ ഈക്വൽ ടു ബി എന്ന് എഴുതാൻ പറ്റുമോ എനിക്ക്? ഇല്ല. ബട്ട് ഏത് എഴുതാൻ പാടെങ്കിൽ എ ഈക്വൽ ടു എങ്ങനെ എഴുതാം? എ ഈക്വൽ ടു മൈനസ് ബി. ഓക്കെ അല്ലേ? അപ്പൊ എ വെക്ടർ വിത്ത് സെയിം മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഇതിനെയാണ് നമ്മൾ നെഗറ്റീവ് വെക്ടർ എന്ന് പറയാം. അപ്പൊ ഇതൊരു നെഗറ്റീവ് വെക്ടർ ആണ്. ഏതാ ഇതിലെ നെഗറ്റീവ് വെക്ടർ? അല്ലേ? അപ്പൊ എ നിങ്ങൾക്ക് ഏതിന് തുല്യമായിട്ട് എഴുതാം? എ ഈക്വൽ ടു മൈനസ് ബി. അപ്പൊ വെക്ടർ, നെഗറ്റീവ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? വെക്ടർ വിത്ത് ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. നെഗറ്റീവ് വെക്ടർ പറയാ വേറൊരു വെക്ടറുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ്. അപ്പൊ ഇവിടെ ബി പറയുന്നത് എ ആയിട്ട് കമ്പയർ ചെയ്തിട്ടാണ്.
എന്റെ അതേ മാഗ്നിറ്റ്യൂഡ് ആണ് ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. സർ നമ്മള് ന്യൂമറിക്കലായിട്ട് റിപ്രസെന്റ് ചെയ്യുമ്പോഴേ ആ ആരോ മാർക്ക് മാറ്റാൻ പാടില്ലല്ലോ, എപ്പോഴും റൈറ്റ് സൈഡ് എടുക്കാണോ? ആരോ മാർക്ക് എപ്പോഴും റൈറ്റിലേക്കാണ്. ഓക്കെ. ഞാൻ വേറൊരു എക്സാമ്പിൾ ചെയ്യും. വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമ്മൾ ഏത് രൂപത്തിൽ എഴുതാമെന്ന് ശ്രദ്ധിക്കാം. ഈ കേസ് ഒന്ന് നോക്കാം എല്ലാവരും. സംസാരിക്കരുതേ. ഇവിടെ നോക്കുക, ഇവിടെ ഞാൻ രണ്ട് വെക്ടേഴ്സ് പറയാണ്. രണ്ട് വെക്ടേഴ്സ്. അപ്പൊ ഇവിടെ ഫസ്റ്റ് വെക്ടറിനെ ഞാൻ എ എന്ന് എഴുതാണ്. രണ്ടാമത്തെ വെക്ടർ ബി ആണ്. ഇവിടെ നിങ്ങൾക്ക് എ ഈക്വൽ ടു ബി എന്ന് എഴുതാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല. ഈക്വൽ ടു മൈനസ് ബി എന്ന് എഴുതാൻ പറ്റുമോ? മാഗ്നിറ്റ്യൂഡ് സെയിം അല്ല അല്ലേ? ഞാൻ വേറൊരു എക്സാമ്പിൾ ചെയ്യും. ഇതൊരു വെക്ടർ. ഞാൻ വേറൊരു വെക്ടർ കാണിക്കാം. വേറൊരു വെക്ടർ. അല്ല, സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ? വേറൊരു വെക്ടർ നോക്കാം. അപ്പൊ ഈ രണ്ട് വെക്ടറും പറയൂ, ഇതെങ്ങനെയാ കണക്ട് ചെയ്യാം? ഈ രണ്ട് വെക്ടർ, ഫസ്റ്റ് വെക്ടർ ഞാൻ എ എന്ന് കൊടുത്തു, രണ്ടാമത്തെ വെക്ടർ ബി. ഇത് പറയൂ, എ ഈക്വൽ ടു ബി ആണോ? എ ഈക്വൽ ടു മൈനസ് ബി ആണോ? അല്ലേ? ഈ രണ്ട് അല്ലേ? സെയിം അല്ലേ? ഡയറക്ഷനോ ഓപ്പോസിറ്റ്. അപ്പൊ എ ഈക്വൽ ടു മൈനസ് ബി. എനിക്കിവിടെ വേറൊരു എക്സാമ്പിൾ ചെയ്യും. രണ്ട് വെക്ടേഴ്സ് ഞാൻ കാണിക്കാം. ഒന്ന് ഇവിടെയാ കാണിച്ചത്. രണ്ടാമത്തെ വെക്ടർ ശ്രദ്ധിക്കണേ. രണ്ടാമത്തെ വെക്ടർ ഞാൻ കാണിക്കുന്നത് ഇവിടെയാണ്. അപ്പൊ ഇതാണ് എന്റെ രണ്ട് വെക്ടർ. ഏതൊക്കെയാണ്? ഒന്ന് താഴെയുള്ളത് എ, ഒന്ന് ഏറ്റവും മുകളിൽ ബി. ഈ രണ്ട് വെക്ടറും എങ്ങനെയാ പറയും? A equal to minus b. A equal to minus b. കാരണം എന്താ? ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ് അല്ലേ? ലെങ്തോ നോക്കുക, സെയിം അല്ലേ? അപ്പൊ എങ്ങനെ എഴുതാം? A equal to minus b. അപ്പൊ എങ്ങനെയാ നമ്മള് നെഗറ്റീവ് വെക്ടർ പറയാ? നെഗറ്റീവ് വെക്ടർ എന്ന് പറഞ്ഞാൽ ഒരേ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഡയറക്ഷൻ എന്താണ്? ഓപ്പോസിറ്റ് ആണ്. ഇനി നമുക്ക് പറയേണ്ടത് അഡീഷൻ ഓഫ് വെക്ടേഴ്സ് ആണ്. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ. വെക്ടേഴ്സ് ആഡ് ചെയ്യാൻ നമുക്ക് രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്ന് ഗ്രാഫിക്കൽ മെത്തേഡ് ആണ്, രണ്ടാമത്തത് ന്യൂമറിക്കൽ മെത്തേഡ് ആണ്. അപ്പൊ രണ്ട് വെക്ടർ ക്വാണ്ടിറ്റീസ് നമ്മളിപ്പോ പഠിച്ചത്. വെക്ടർ ക്വാണ്ടിറ്റീസിനെ എങ്ങനെ, എന്താ വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ? മാഗ്നിറ്റ്യൂഡ് വേണം, ഡയറക്ഷൻ വേണം, ലോസ് ഓഫ് വെക്ടർ അഡീഷൻ ഒബേ ചെയ്യും.
അല്ലെ? വെക്ടേഴ്സ് എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യാം? വെക്ടേഴ്സ് എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുക? രണ്ട് ടൈപ്പ് റെപ്രസെന്റേഷൻ ഉണ്ട്, ഗ്രാഫിക്കലും ഉണ്ട്, ന്യൂമറിക്കലും ഉണ്ട്. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രെയിറ്റ് ലൈൻ വിത്ത് ആരോ ഹെഡ്. ന്യൂമറിക്കൽ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാലോ ഒരു സിമ്പല് അതിന്റെ മുകളിൽ ആരോ. എന്താ ഈക്വൽ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ? ഒരേ മാഗ്നിറ്റ്യൂഡ് ഒരേ ഡയറക്ഷൻ. എന്താ നെഗറ്റീവ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞാല്? മാഗ്നിറ്റ്യൂഡ് സെയിം ഡയറക്ഷൻ ഓപ്പോസിറ്റ്. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി നമുക്ക് പറയാം രണ്ട് വെക്ടേഴ്സിനെ നിങ്ങൾക്ക് എങ്ങനെ കൂട്ടാം, എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ പറയുന്നത് രണ്ട് വെക്ടേഴ്സിനെ നിങ്ങൾക്ക് എങ്ങനെ കൂട്ടാം. നിങ്ങൾ പഠിച്ചതാണ്. ഇപ്പൊ നിങ്ങൾക്ക് സാധാരണ നമ്മൾ അഡീഷൻ പറയാറുണ്ട് അല്ലെ? സ്കാലാർ ക്വാണ്ടിറ്റി ആഡ് ചെയ്യാൻ വളരെ ഈസിയാണ്. ഇപ്പോ ഒരു വസ്തുവിന്റെ ലെങ്ത് 3 മീറ്റർ ആണ്, വേറെ ഒരു വസ്തുവിന്റെ ലെങ്ത് 4 മീറ്റർ ആണ്. അപ്പോ അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ ലെങ്ത് 3 മീറ്റർ ആണ്, ബ്രെഡ്ത്ത് 4 മീറ്റർ ആണ്. അപ്പൊ എക്സാമ്പിൾ ഒരു റെക്ടാംഗിളിന്റെ ലെങ്ത് 3 മീറ്റർ ആണ്, ബ്രെഡ്ത്ത് 4 മീറ്റർ ആണ്. ഇതൊക്കെ സ്കാലാർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ ഈ റെക്ടാംഗിളിന്റെ ചുറ്റളവ് ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യാം? 2l + 2b അല്ലേ? Yes or no? Yes. അപ്പൊ 2 × 3 6 + 2 × 4 8 8 6 14 നമ്മൾ കൂട്ടി. അപ്പൊ ഇത് നിങ്ങൾ നേരത്തെ പഠിച്ച സ്കാലാർ ക്വാണ്ടിറ്റീസ് എങ്ങനെ ആഡ് ചെയ്യാം, സ്കാലാർ ക്വാണ്ടിറ്റീസ് എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾ നേരത്തെ പഠിച്ച കാര്യമാണ്. നമ്മൾ പറയാൻ പോകുന്നത് വെക്ടർ ക്വാണ്ടിറ്റീസ് എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതാണ്. വെക്ടർ ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്യാൻ തന്നെ നിങ്ങൾക്ക് കൂട്ടാൻ രണ്ട് മെത്തേഡ് ഉണ്ട്. ഏതൊക്കെയാ രണ്ട് മെത്തേഡ്? ഗ്രാഫിക്കൽ മെത്തേഡും ഉണ്ട്, അതേപോലെ ന്യൂമറിക്കൽ മെത്തേഡും ഉണ്ട്. അപ്പൊ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഗ്രാഫിക്കൽ മെത്തേഡാണ്. ഏതാ പറയാൻ പോകുന്നത്? ഗ്രാഫിക്കൽ മെത്തേഡാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഗ്രാഫിക്കൽ മെത്തേഡാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, രണ്ട് വെക്ടേഴ്സ് കൂട്ടാൻ പോവാണ്. കൂട്ടാൻ പോവാൻ തന്നെ രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഗ്രാഫിക്കൽ മെത്തേഡും ഉണ്ട്, ന്യൂമറിക്കൽ മെത്തേഡും ഉണ്ട്. അപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് ഏത് മെത്തേഡാണ്? ഗ്രാഫിക്കൽ മെത്തേഡാണ്. ഇനി മനസ്സിലാക്കുക, ഗ്രാഫിക്കൽ മെത്തേഡ് തന്നെ രണ്ട് കേസ് ഉണ്ട്. ഒന്ന് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ ഉണ്ട്, രണ്ടാമത്തത് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ ഉണ്ട്. അപ്പൊ മനസ്സിലാക്കുക, രണ്ട് വെക്ടേഴ്സിനെ കൂട്ടുന്നത് പഠിക്കാൻ പോവാണ്. രണ്ട് വെക്ടേഴ്സ് കൂട്ടുക എങ്ങനെയാന്നുള്ളത് രണ്ട് മെത്തേഡ് ഉണ്ട്, ഗ്രാഫിക്കലും ഉണ്ട്, ന്യൂമറിക്കലും ഉണ്ട്. നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഗ്രാഫിക്കൽ മെത്തേഡാണ്. അതായത് ചിത്രം വരച്ചിട്ട് കൂട്ടി കാണിക്കുകയാണ് പറയുന്നത്. അപ്പൊ ഈ ചിത്രം വരച്ച് കൂട്ടുന്നത് തന്നെ രണ്ട് മെത്തേഡ് ഉണ്ട്. ഏതൊക്കെയാ? ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ. ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം എന്തായിരുന്നു? ത്രികോണം അല്ലേ? 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 അപ്പൊ ഒരു ത്രികോണ നിയമമാണ് പറയുന്നത്, വെക്ടർ ആഡ് ചെയ്യുന്നതിന്റെ ത്രികോണ നിയമം. മറ്റേതോ പാരലോഗ്രാമിന്റെ മലയാളം എന്തായിരുന്നു? പാരലോഗ്രാം. പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ ഇതാണ് പിക്ചർ, ശ്രദ്ധിക്കുക. പാരലോഗ്രാം നമ്മൾ പറയും എങ്ങനെയാ? Sides are parallel to each other. അല്ലേ? സൈഡ്സ് ആർ പാരലൽ ടു ഈച്ച് അതർ. ഇതിന്റെ മലയാളം എന്തായിരുന്നു? സാമാന്തരികം. സാമാന്തരികം അല്ലേ? അപ്പൊ സാമാന്തരിക നയമാണ് പറയുന്നത് ഓഫ് വെക്ടർ അഡീഷൻ. അപ്പൊ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ. അപ്പൊ വളരെ ഈസിയാണ് ഇത്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കുക നിങ്ങൾ. If two vectors can be represented by the two sides of a triangle in the same order. If two vectors can be represented by the two sides of a triangle in the same order, then their resultant എന്ന് പറഞ്ഞാൽ അതിന്റെ സമ്മ്, അതിന്റെ റിസൾട്ട് കൂട്ടിയാ കിട്ടുന്നത്
ഈസ് റെപ്രസെന്റഡ് ബൈ ദ തേർഡ് സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ. ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ സൈഡ് ആയിരിക്കും. ഇൻ ദ ഓപ്പോസിറ്റ് ഓർഡർ, നേരത്തെ പറഞ്ഞ ഓർഡറിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്നത് ഈ ഫസ്റ്റ് പാർട്ട് ആദ്യം എല്ലാവരും ഓഫാക്കാം. ശ്രദ്ധിക്കുക, 11:15 ഞാൻ നിങ്ങൾക്ക് ബ്രേക്ക് തരാം കേട്ടോ. 11:15. എല്ലാരും രാവിലെ ചായ ഒക്കെ കഴിച്ചില്ലേ? അല്ലേ? അയ്യൂബ് എന്താ കഴിച്ച രാവിലെ? ഇഡ്ഡലി. എന്താ കഴിച്ച അയ്യൂബ്? ഇഡ്ഡലി. ഇഡ്ഡലിക്ക് എന്താ? അയ്യൂബ് പോയോ? അയ്യൂബും ഞാനും സെയിം പിച്ചാണ്. ഞാനും ഇഡ്ഡലിയാ കഴിച്ചെന്ന് രാവിലെ, അല്ലേ? അപ്പൊ നോക്ക, മുഹമ്മദ് ഇർഫാൻ എന്താ രാവിലെ കഴിച്ച്? സാറേ എന്താ രാവിലെ കഴിച്ചത് ബ്രേക്ക്ഫാസ്റ്റ്? ചപ്പാത്തിയും മുട്ടക്കറി. ഓക്കെ. മുഹമ്മദ് യാസിൻ എന്താ രാവിലെ കഴിച്ചേ? ചപ്പാത്തി സർ. ചപ്പാത്തി മുട്ടക്കറിയാണോ? കറിന്റെ പേരറിയില്ല. കറിന്റെ പേരറിയില്ലേ? സോ സംതിങ് സ്പെഷ്യൽ ആണോ? വീട്ടിലല്ലേ? ഓക്കെ. മുബാഷിർ എന്താ രാവിലെ കഴിച്ചേ? പൊറോട്ട. ഹെവി ഫുഡ് ആണല്ലോ. പൊറോട്ട വീട്ടിലുണ്ടാക്കിയാണോ? രാവിലെ വാങ്ങി? എന്താ ബീഫ് കറി ഉണ്ടോ? ബീഫ് കറി എന്താന്ന് ഓർമ്മയില്ല. കറി ഓർമ്മയില്ല? മാഷാ അല്ലാഹ്. ഷാഫി PC എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്? ഷാഫി PC എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേ? ഒന്നും കഴിച്ചില്ലേ? എന്താ കഴിച്ചേ? ഷാഫിയെ മൈക്ക് ഓൺ ആക്കിയിട്ട് പറയടാ. പത്തിരിയും ചിക്കൻ കറിയാ? ചിക്കൻ. ഓക്കെ. തസ്ലീം എന്താ രാവിലെ കഴിച്ച്? തസ്ലീമെ എന്താ രാവിലെ കഴിച്ച്? ഹലോ. എന്താ കഴിച്ചത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്? കേൾക്കുന്നില്ലേ? ബ്രേക്ക്ഫാസ്റ്റ് എന്താ കഴിച്ച്? ആലോചിക്കാണോ? കേൾക്കുന്നില്ല. കേൾക്കില്ല? കേൾക്കുന്നുണ്ട്. മുഹമ്മദ് മിദിലാജ് എന്താ രാവിലെ കഴിച്ച്? ഇഡ്ഡലിയും ചമ്മന്തി. ഓക്കെ. ഇഡ്ഡലി കഴിച്ചവര് കുറെ പേരുണ്ട് അല്ലേ? അപ്പൊ നോക്കുക, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ. അപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് രണ്ട് വെക്ടേഴ്സ് എങ്ങനെ ആഡ് ചെയ്യാം എന്നതിന്റെ ഒരു റൂളാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. എന്താ? ഇഫ് ടു വെക്ടേഴ്സ് ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ ദ ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ. അപ്പൊ നമുക്ക് ആഡ് ചെയ്യേണ്ട രണ്ട് വെക്ടർ ഇവിടെ നോക്കുക. ഇതാണ് നമുക്ക് ഫസ്റ്റ് വെക്ടർ എ, കാണുന്നുണ്ടല്ലേ? ഇത് രണ്ടാമത്തെ വെക്ടർ ബി.
ഈ രണ്ട് വെക്ടേഴ്സിനെ നിങ്ങൾക്ക് ആഡ് ചെയ്യണം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ രണ്ട് വെക്ടേഴ്സിനെ നിങ്ങൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യണം? Can be represented. എങ്ങനെ റെപ്രസെന്റ് ചെയ്യണം? By the two sides of a triangle in the same order. In the same order. കണ്ടില്ലേ? ട്രയാങ്കിളിൽ എത്ര സൈഡാ ഉണ്ടാവുക? 3 സൈഡ് ആണ് അല്ലേ? അപ്പൊ അതിലെ രണ്ട് സൈഡായിട്ട് നിങ്ങൾ ഏതിനെ കാണിക്കണം? ഈ രണ്ട് വെക്ടേഴ്സിനെ കാണിക്കാം. അപ്പൊ എങ്ങനെ കാണിക്കാൻ നോക്കാം. ഇതാണ് നമ്മളെ ഫസ്റ്റ് വെക്ടർ അല്ലേ? അത് ഞാൻ ഇങ്ങോട്ട് റീഡ്രോ ചെയ്യാം. അതേ ലെങ്ത്, അതേ മാഗ്നിറ്റ്യൂഡ്, അതേ ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡിലും ഡയറക്ഷനിലും ഒന്നും മാറ്റം വരുത്താതെ ഇങ്ങോട്ട് വരയ്ക്കാം. അപ്പൊ ഞാൻ വരച്ച് കാണിക്കാന്ന് നോക്കാം. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനിലും ഒന്നും മാറ്റം വരുത്താതെ കാണിക്കാം. ഓക്കെ. അപ്പൊ ഈ ഫസ്റ്റ് വെക്ടറിനെ ഞാൻ ഇങ്ങോട്ട് കാണിച്ചു ഇതേപോലെ തന്നെ. അപ്പൊ അതിനെ ഞാൻ മാർക്ക് ചെയ്തു. ഏതാണ്? എ. ഇനി ഈ രണ്ടാമത്തെ വെക്ടർ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? Two vectors can be represented by the two sides of a triangle in the same order. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ രണ്ടാമത്തെ വെക്ടർ എടുത്തിട്ട് ഫസ്റ്റ് വെക്ടറിന്റെ രണ്ടാമത്തെ വെക്ടറിന്റെ ടെയിലും ഉണ്ട്, ഹെഡും ഉണ്ട്. ഹെഡ് എന്ന് പറഞ്ഞാൽ ഈ ആരോ മാർക്കുള്ള ഭാഗം, ടെയിൽ എന്ന് പറഞ്ഞാൽ ഈ എൻഡ്. അപ്പൊ ഈ രണ്ടാമത്തെ വെക്ടറിന്റെ ടെയിൽ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് വെക്ടറിന്റെ ഹെഡ് കൊണ്ടുപോയി വെക്കുക. ഡയറക്ഷനിലും മാഗ്നിറ്റ്യൂഡിലും ഒന്നും മാറ്റം ഉണ്ടാവില്ല. Am I right? ഓക്കെ അല്ലേ? നമുക്ക് ഇപ്പുറത്ത് വെക്കാൻ പറ്റുമോ? എങ്ങനെ? ഇപ്പുറത്തെ സൈഡ് ഇല്ല, നിങ്ങൾ ചെയ്യേണ്ടത് ഈ ട്രയാങ്കിളിന്റെ രണ്ട് സൈഡായിട്ട് ഇത് മാറുകയാണ്. ഒരേ ഓർഡറിൽ വരണം. കണ്ടോ? ഈ ആരോ ഇങ്ങനെ പോവല്ലേ? ആരോ പോകുന്ന നോക്കുക. അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത്? The two vectors can be represented by the two sides of a triangle in the same order. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എയും ബിയും ആണ് കൂട്ടേണ്ടത് എന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് എയും ബിയും കൂട്ടണം. അതായത് നിങ്ങൾക്ക് കാണേണ്ടത് എ പ്ലസ് ബി ആണ്. ഏതാ നിങ്ങൾക്ക് കാണേണ്ടത്? എ പ്ലസ് ബി. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എ എന്നുള്ള വെക്ടർ അങ്ങനെ തന്നെ കാണിക്കാം. എന്നിട്ട് ചെയ്യേണ്ടത് ബിന്റെ വെക്ടറിന്റെ ടെയിൽ എന്ന് പറഞ്ഞാൽ ഈ ഭാഗം, അത് എവിടെ കൊണ്ടുപോയിട്ട് വെക്കുക? എ എന്നുള്ള വെക്ടറിന്റെ ഹെഡ് കൊണ്ടുപോയിട്ട് വെക്കുക. അപ്പൊ ബി എന്നുള്ള വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡിലോ ഡയറക്ഷനിലോ മാറ്റം ഉണ്ടാവരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഒന്നും മാറരുത്. ഇത് ക്ലിയർ ആണോ? ഇതിൽ ഡൗട്ട് ഉണ്ടോ? പാരലൽ ആവണമെന്നുണ്ടോ? ഉണ്ട്. ഇത് രണ്ടും പാരലൽ ആണ്. ഇല്ലേ നമ്മളെ വെക്ടർ മാറിപ്പോകും. ഇത് രണ്ട് പാരലൽ ആയിരിക്കണം. അല്ലെ നമ്മൾ ഡയറക്ഷൻ മാറിയില്ലേ? ഡയറക്ഷൻ മാറിയ വെക്ടർ മാറിപ്പോയില്ലേ? ക്ലിയർ? അതായത് ഈ രൂപത്തെ കൊണ്ടുപോയി വെക്കരുത്. ഇവിടെ എക്സാമ്പിൾ ചെയ്യാൻ വേറൊരു എക്സാമ്പിൾ കാണിക്കാം. ബി എന്നുള്ള വെക്ടർ ഇങ്ങനെ കൊണ്ടുപോയി വെക്കരുത്. ഇങ്ങനെ ഒന്നും വെക്കരുത്. കാരണം എന്ത് ചെയ്തു? ഡയറക്ഷൻ മാറി. ഡയറക്ഷൻ മാറാതെ കൊണ്ടുവെക്കണം. ചെറിയത് കുഴപ്പമില്ലല്ലോ. ഇല്ല. ഇനി നോക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ഒരു ട്രയാങ്കിൾ ആക്കി മാറ്റാം. ചെയ്യേണ്ടത് എന്താണ്? ഇതിനെ ഒരു ട്രയാങ്കിൾ ആക്കി മാറ്റാം. മൈക്ക് ഓഫ് ആക്കുക എല്ലാവരും.
ട്രയാങ്കിൾ ആക്കി മാറ്റാം. അതായത് ഇത് ഇവിടെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. Then the resultant is represented by the third side of the triangle in the opposite order. Opposite order എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വരും. ഓക്കെ ആണോ? അപ്പൊ ഇതാണ് ഏത്? ഇതാണ് ഏത്? A+B. ഇത്രേ ഉള്ളൂ ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ. ക്ലിയർ അല്ലേ? അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് മനസ്സിലാക്കണം. Then the resultant sum is represented by the third side of the triangle. കണ്ടില്ലേ? In the opposite order. എന്താ ഓപ്പോസിറ്റ് ഓർഡർ എന്ന് പറഞ്ഞാല്? ഇപ്പോഴുള്ള എന്റെയും ബിന്റെയും ഓർഡർ എങ്ങോട്ടാ ശ്രദ്ധിക്കുക. എന്റെയും ബിന്റെയും ഓർഡർ ഇങ്ങനെയാ അല്ലേ? നോക്കുക, എ ബി അല്ലേ, ഇങ്ങനെ പോകുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് അപ്പൊ ഇങ്ങനെ കൊടുക്കണം ഡയറക്ഷൻ. അല്ലാതെ അതേ ഓർഡറിൽ കൊടുക്കരുത്. അതേ ഓർഡറിൽ കൊടുക്കുക പറഞ്ഞാൽ താഴോട്ട് കൊടുക്കുക ഡയറക്ഷൻ. താഴോട്ട് കൊടുക്കരുത്, നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കൊടുക്കുക. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആണോ? സാറേ ഓക്കെ, കുട്ടികളെ ശ്രദ്ധിക്ക. നമ്മളെ ഇത് കെമിസ്ട്രി ആയിരുന്നു എടുക്കണ്ടേ. അപ്പൊ സാറിൽ ലിങ്കിന്റെ എന്തോ ചെറിയ വിഷയം ഉള്ളത് കൊണ്ട് ഇത് ആ ക്ലാസ് എടുക്കാനില്ല. അപ്പൊ ഇപ്പൊ ബ്രേക്ക് ആവും. പിന്നെ 11:45 മുതൽ 12 ഫിസിക്സ് തന്നെ കണ്ടിന്യൂ ചെയ്യും കേട്ടോ. ഹലോ, കേൾക്കുന്നില്ലേ? യാസിൻ സാർ, ലിങ്കിൽ എന്തോ ഒരു ചെറിയ വിഷയം ഉണ്ട്. ആ ക്ലാസ് എടുത്തിട്ട് ക്ലിയർ ആവുന്നില്ല. അടുത്ത ദിവസം എടുക്കാം. നാളെ ഒരു ചെറിയ ക്ലാസ് വെക്കണേന് പ്രശ്നമില്ലല്ലോ നിങ്ങൾക്ക്? ഹലോ, നാളെ ഇപ്പൊ കിതാബ് കഴിഞ്ഞിട്ട് ഒരു 10 മുതൽ 11 മണി വരെ വെക്കണേന് ബുദ്ധിമുട്ടില്ലല്ലോ? സർ മൺഡേ ടെസ്റ്റ് ഉണ്ടോ ഫിസിക്സ്? സാറേ ഇവിടെ മൺഡേ അല്ലേ ടെസ്റ്റ് പറഞ്ഞത്? അതെ, മൺഡേ അല്ലേ? അതെ. ഓക്കെ, വേണമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ എന്നിട്ട് അതിന്റെ ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ സാറോട് ചോദിച്ചോ, സാർ ക്ലിയർ ചെയ്യും. ഓക്കെ. ഇപ്പൊ ബ്രേക്ക് ആയി കഴിഞ്ഞാല് 11:45 കേട്ടോ. ഓക്കെ സർ. അപ്പൊ നോക്കുക ഇവിടെ. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾ, ഇതാണ് ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ. അപ്പൊ രണ്ട് വെക്ടേഴ്സ് എയും ബിയും ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ രണ്ട് വെക്ടേഴ്സിന് എന്ത് ചെയ്യുക? ഒരേ ഓർഡറിൽ ട്രയാങ്കിളിന്റെ രണ്ട് സൈഡായിട്ട് കാണിക്കുക. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് A+B ആണ് കാണേണ്ടതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? എ എന്നുള്ള വെക്ടർ എടുക്കുക, എന്നിട്ട് അതിന്റെ ഹെഡില് ബിനെ കൊണ്ടുവെക്കുക. ഓക്കെ ആണോ? ഇനി B+A ആണ് കാണുന്നതെങ്കിലും ആൻസർ സെയിം തന്നെയാണ് വരിക. അത് നമുക്ക് അടുത്ത തീയിൽ കാണിക്കാം. അപ്പൊ തൽക്കാലം ബ്രേക്ക് തരാം, എന്നിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഇത് ക്ലിയർ അല്ലേ? ഓക്കെ. 11:45 കറക്റ്റ് 45 തന്നെ കയറണം കേട്ടോ. 45 ഒരു 40 ആവുമ്പോ കയറുക. എല്ലാരും ലൈനിൽ വേണം. ഓക്കെ. ഓക്കെ, എല്ലാവരും എത്തിയില്ലേ? അപ്പൊ നമ്മള് കണ്ടിന്യൂ ചെയ്യാണ്. കണ്ടിന്യൂ ചെയ്യല്ലേ? അപ്പൊ നമ്മള് പറഞ്ഞത് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ അല്ലേ? അപ്പോ ചെയ്യേണ്ടത് ഇതാണ്. നിങ്ങൾക്ക് A+B ആണ് കാണേണ്ടതെങ്കിൽ എന്റെ ഹെഡില് ആരെ കൊണ്ടുപോയി വെക്കുക? ബി. എന്നിട്ട് ആ ട്രയാങ്കിൾ ക്ലോസ് ചെയ്യാം. ആ ക്ലോസിംഗ് സൈഡ് ആയിരിക്കും ഏത്? A+B.
അപ്പൊ ഞാൻ വേറൊരു എക്സാമ്പിൾ കാണിക്കുക, ശ്രദ്ധിക്കുക. ഇതേ സിറ്റുവേഷനിൽ തന്നെ ഞാൻ ബി പ്ലസ് എ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ബി പ്ലസ് എ ആണെങ്കിൽ, രണ്ട് വെക്ടർ ഉണ്ട്, നിങ്ങൾക്ക് കാണേണ്ടത് ബി പ്ലസ് എ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ബി എന്നുള്ള വെക്ടർ ആദ്യം കാണിക്കാം. കറക്റ്റ്. അപ്പൊ നോക്കാം, ബി എന്നുള്ള വെക്ടർ ഞാൻ കാണിക്കുകയാണ്, ശ്രദ്ധിക്കുക. ബി എന്നുള്ള വെക്ടർ അതേ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കണം, അതേ ഡയറക്ഷൻ ആയിരിക്കണം, അതിലൊന്നും മാറ്റം ഉണ്ടാവരുത്. ഓക്കെ, എന്നിട്ട് ഞാൻ ചെയ്യേണ്ടത് എന്റെ ടെയിൽ എടുത്തിട്ട് ബിന്റെ ഹെഡ് കൊണ്ടുപോയി വെക്കുക. എന്റെ ടെയിൽ എടുത്തിട്ട്, ടെയിൽ എന്ന് പറഞ്ഞാൽ വാല് അല്ലേ, ടെയിൽ എടുത്തിട്ട് ബിന്റെ ഹെഡ് കൊണ്ടുപോയി വെക്കുക. ക്ലിയർ ആണോ? അപ്പൊ ഇപ്പൊ നമ്മൾ ആദ്യം നോട്ട് ചെയ്തത് ഏതാണ്? ബി ആണ്. അപ്പൊ ഇത് മാർക്ക് ചെയ്യുക ബി. എന്നിട്ട് ചെയ്യാൻ പോകുന്നത് എ എടുക്കുകയാണ്. എന്റെ ടെയിൽ എടുത്തിട്ട് ബിന്റെ ഹെഡ് കൊണ്ടുപോയി വെക്കുക. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ആരാണ്? റൂഫ് റഹ്മാൻ. RA. അപ്പൊ നോക്കുക, അപ്പൊ ബി പ്ലസ് എ കാണാന് ബി അങ്ങനെ തന്നെ എഴുതുക. എ എന്നുള്ള വെക്ടറിന്റെ ടെയിൽ എടുത്തിട്ട് ബിന്റെ ഹെഡ് കൊണ്ടുപോയി വെക്കാം. അപ്പൊ ഇത് എന്തായി? ദ ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ട്രയാങ്കിൾ ക്ലോസ് ചെയ്യാം. ദ ക്ലോസിംഗ് സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ ഇൻ ദ ഓപ്പോസിറ്റ് ഓർഡർ. ഓക്കെ ആണോ? ഇതാണ് ഏത്? ബി പ്ലസ് എ. അപ്പൊ ഇതാണ് ഏത്? ബി പ്ലസ് എ. അപ്പൊ ഇത് എ, കറക്റ്റ്. അപ്പൊ ഇത് ഏതാ വരുന്നത്? ബി പ്ലസ് എ. ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഈ പിക്ചറിൽ നിങ്ങൾ നോക്കുക, എ പ്ലസ് ബിയും ബി പ്ലസ് എയും ഇത് രണ്ടും എ പ്ലസ് ബി അതേപോലെ ബി പ്ലസ് എ, ഇത് രണ്ടും എന്താ പറയൂ? സെയിം ആണോ ഡിഫറെന്റ് ആണോ? സെയിം ആണ് അല്ലേ? പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ ആണ്. ഏതുപോലെ? നിങ്ങളിപ്പോ 2+3 ലെഫ്റ്റ് സൈഡ് ആണ് ഞാൻ എഴുതുന്നത്. 2+3 5 ആണ്. 3+2 എത്ര തന്നെയാണ്? 5 ആണ് അല്ലേ? അപ്പൊ 2+3 ഈക്വൽ ടു നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? 3+2. ഇതേപോലെ എ പ്ലസ് ബി ഈക്വൽ ടു ഏതാണ്? ബി പ്ലസ് എ ആണ്. എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ ആണ്. അപ്പൊ ഇത് വെക്ടറിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഇത് നമ്മൾ പിന്നീട് പഠിക്കും. ആ പ്രോപ്പർട്ടീനെ നമ്മൾ പറയുന്ന പേരാണ് വെക്ടർ അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. എന്താ പറയാ? കമ്മ്യൂട്ടേറ്റീവ് എന്നാ പറയാ. ആ വേർഡിന് പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല, അത് നിങ്ങൾ അങ്ങനെ തന്നെ പഠിക്കാം കേട്ടോ. അത് നമ്മളെ കറണ്ടിന്റെ മീനിങ് പോലെയാണ്, പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല. വെക്ടർ അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതാണ്: എ പ്ലസ് ബി ഏതിന് തുല്യായിരിക്കും? പറയൂ. ബി പ്ലസ് എ. അപ്പൊ എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ ആണെങ്കിൽ
നമ്മൾ പറയാ വെക്ടർ അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. വെക്ടർ അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് എന്നുള്ള കമ്മ്യൂട്ടേറ്റീവ് ലോ ഒബേ ചെയ്യുന്നുണ്ട് എന്നാണ് പറയാം. അപ്പൊ നമ്മൾ പഠിച്ചത് ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ. ഇത് ക്ലിയർ അല്ലേ? അപ്പൊ ആരെങ്കിലും ഒരാൾ പറഞ്ഞ എന്താ ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ? മലയാളത്തിൽ പറഞ്ഞാൽ മതി. ആരാ പറയുന്നത്? മിൻഹാജ് എന്ന് പറഞ്ഞ എന്താണ് ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ? മിൻഹാജ് ഇല്ലേ? സർ എന്താ ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ? രണ്ട് വെക്ടർ ക്വാണ്ടിറ്റികളുടെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷന് അത് ഗ്രാഫിക്കൽ ആയിട്ട് ആഡ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ എങ്ങനെ ആഡ് ചെയ്യാം? അത് ഒരു ട്രയാങ്കിളിന്റെ രണ്ട് വശങ്ങൾ പോലെ അടുപ്പിച്ചു വെക്കുക. ഒരേ ഓർഡറിൽ അടുപ്പിച്ചു വെക്കുക. ഓക്കെ. എന്നിട്ട് അപ്പൊ അതിന്റെ തേർഡ് സൈഡ് വരുന്നതായിരിക്കും അത് രണ്ടും കൂട്ടിയാ കിട്ടുന്ന സമ്മ്. അതേ ഓർഡറിലാണോ വരയ്ക്കുക അല്ലെ ഓപ്പോസിറ്റ് ഓർഡറിലാണ്? ഓപ്പോസിറ്റ് ഓർഡറിൽ. ഓപ്പോസിറ്റ് ഓർഡർ. അപ്പൊ ഇത്രയേ ഉള്ളൂ ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് പഠിക്കേണ്ടത് ഒന്നുകൂടി. ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് വെക്ടേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ് ആയിട്ട് ഒരേ ഓർഡറിൽ വെക്കുക. എന്നിട്ട് ആ ട്രയാങ്കിൾ ക്ലോസ് ചെയ്യാം ഓപ്പോസിറ്റ് ഓർഡറിൽ. അങ്ങനെ ആവുമ്പോ എന്തായി? ആ രണ്ട് വെക്ടേഴ്സിന്റെ സമ്മാണ് ഇത്, ആ ക്ലോസിംഗ് സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ. അപ്പൊ ഈ രൂപത്തിൽ ആഡ് ചെയ്യുന്നതിനെ പറയുന്നതാണ് ഇത് ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ. ക്ലിയർ അല്ലേ? അപ്പൊ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ അങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. മലയാളം നിങ്ങൾ മനസ്സിലാക്കുക, ബട്ട് ഈ സ്റ്റേറ്റ്മെന്റ് അങ്ങനെ തന്നെ പഠിക്കണം. ടു വെക്ടേഴ്സ് ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ ദ two sides of a triangle in the same order, then the resultant എന്ന് പറഞ്ഞാൽ സം, അതാ കൂട്ടിയാ കിട്ടുന്നത്, is represented by the third side of the triangle in the opposite order. ഓക്കെ ആണോ? അല്ലേ? ഇനി നമുക്ക് പറയേണ്ടത് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. ശ്രദ്ധിക്കുക, ഏതാണ് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ? നിങ്ങൾ ഏത് മെത്തേഡ് ഉപയോഗിച്ചാലും ആൻസർ സെയിം ആയിരിക്കും. നിങ്ങൾ പാരലോഗ്രാം ലോ ഉപയോഗിച്ചാലും ട്രയാങ്കുലർ ലോ ഉപയോഗിച്ചാലും ഫൈനൽ ആൻസറിന് മാറ്റില്ല. ബട്ട് നിങ്ങൾക്ക് ഈ മെത്തേഡും ഉപയോഗിക്കാം. അപ്പൊ എന്താണ് ഈ മെത്തേഡ് പറയുന്നത് നോക്കാം. ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കുക. എന്താണ് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ? പറയുന്നത് ഇതാണ്: if two vectors, രണ്ട് വെക്ടേഴ്സ് can be represented by the two adjacent sides of a parallelogram. ഈ രണ്ട് വെക്ടേഴ്സിനെ നിങ്ങൾ എങ്ങനെ അറേഞ്ച് ചെയ്യണം? Two vectors can be represented by two adjacent sides of a parallelogram from a common point. അപ്പൊ എങ്ങനെയാ മാർക്ക് ചെയ്യാൻ നോക്കാം. ഇത് ഫസ്റ്റ് വെക്ടർ എ അല്ലേ? ഇത് രണ്ടാമത്തെ വെക്ടർ ബി. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ രണ്ട് വെക്ടേഴ്സിനെയും എന്ത് ചെയ്യണം? ഒരു പാരലോഗ്രാമിന്റെ രണ്ട് സൈഡ്സ് ആയിട്ട് കാണിക്കണം. ഫ്രം എ കോമൺ പോയിന്റ്, ഒരു കോമൺ പോയിന്റിന്ന് രണ്ട് സൈഡ്സ് ആയിട്ട് കാണിക്കണം. അപ്പൊ അത് ഞാൻ ഇവിടെ കാണിക്കാം, ശ്രദ്ധിക്കാം. എങ്ങനെ ഈ രണ്ട് സൈഡ്സ് ആയിട്ട് കാണിക്കാം? ഫസ്റ്റ് ഞാൻ ഈ എ അങ്ങനെ തന്നെ നോട്ട് ചെയ്യാം. ഓക്കെ, അതേ മാഗ്നിറ്റ്യൂഡ്, അതേ ഡയറക്ഷൻ. അപ്പൊ മാറ്റമുണ്ടോ? ഇല്ല. അപ്പൊ എ ഞാൻ മാർക്ക് ചെയ്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ബി എടുക്കുക. ബി എങ്ങനെ അറേഞ്ച് ചെയ്യേണ്ടത്? ടു സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം, ആ രൂപത്തിലേക്ക് വരണം. അപ്പൊ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ബിന്റെ ടെയിൽ എടുക്കുക. ബിന്റെ ടെയിൽ എടുത്തിട്ട് എന്റെ ടെയിൽ കൊണ്ടുപോയിട്ട് വെക്കുക. മാഗ്നിറ്റ്യൂഡ് മാറരുത്, ഡയറക്ഷനും മാറരുത്. ഓക്കെ അല്ലേ? അപ്പൊ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് എ പ്ലസ് ബി ആണ് കാണേണ്ടതെങ്കിൽ, കറക്റ്റ്, നിങ്ങൾക്ക് എ പ്ലസ് ബി ആണ് കാണേണ്ടതെങ്കിൽ
എ എന്നുള്ള വെക്ടർ എടുക്കുക, എന്നിട്ട് ബി എന്നുള്ള വെക്ടറിന്റെ ടെയിൽ എടുത്തിട്ട് എ എന്നുള്ള വെക്ടറിന്റെ ടെയിൽ കൊണ്ടുപോയി വെക്കുക, വാലിൽ കൊണ്ടുപോയി വെക്കുക. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഒന്നും മാറരുത്. അപ്പൊ ഇതെന്തായിട്ട് മാറി? The two sides of a parallelogram. അതിലെ ഇത് വേണമെങ്കിൽ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്താൽ എന്തായിട്ട് മാറി? പാരലോഗ്രാം ആയി അല്ലേ? അപ്പൊ the two sides of a parallelogram. അപ്പൊ നമ്മളെ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടി നോക്കുക. If two vectors can be represented by, കണ്ടില്ലേ? If two vectors can be represented by the two adjacent sides, adjacent എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള sides of a parallelogram from a common point, അല്ലേ? ഇവിടെ common point ഇതാണ് common point. Clear ആണോ? Then their resultant എന്ന് പറഞ്ഞാൽ sum is represented by എന്താ? The diagonal of the parallelogram. ഡയഗണലിന്റെ മലയാളം എന്താ? പാരലോഗ്രാം നമ്മൾ പറഞ്ഞ സാമാന്തരികം അല്ലേ? ഡയഗണൽ. അപ്പൊ നോക്കുക, the diagonal of the parallelogram passing through that point. ആ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഡയഗണൽ. അപ്പൊ ഏതാ ഡയഗണൽ വരിക നോക്കുക. ആ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഡയഗണൽ ആയിരിക്കും ഇതിന്റെ റിസൾട്ടന്റ്. അപ്പൊ ഇതാണ് കോമൺ പോയിന്റ്. അപ്പൊ ഇവിടുന്ന് വേണം നിങ്ങൾ ഡയഗണൽ വരയ്ക്കാൻ. അപ്പൊ ഈ പാരലോഗ്രാമിന്റെ ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. വികർണം. എന്താണ് പറയാ? മലയാളം എന്തായിരുന്നു? വികർണം. ഓക്കെ. അപ്പൊ ഇതാണ് ഡയഗണൽ. അപ്പൊ the diagonal of the parallelogram passing through that point. അപ്പൊ ഈ ഡയഗണൽ ആയിരിക്കും. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഒരു ഡയഗണലിലൂടെ വരയ്ക്കാം അല്ലേ? ബട്ട് ആ ഡയഗണലിൽ പറ്റുമോ? ഇല്ല. ഈ കോമൺ പോയിന്റ് എന്നുള്ള ഡയഗണൽ ആയിരിക്കണം. അപ്പൊ ഇതാണ് ഇത് എ പ്ലസ് ബി. ഇതാണ് ഇത് എ പ്ലസ് ബി. സാറേ, പക്ഷെ റൈറ്റ് സൈഡ് വരച്ചാലും സെയിം തന്നെ അല്ലേ? ഇല്ല, ഡയറക്ഷൻ മാറും. അങ്ങനെയല്ലേ വരിക? നോക്ക്, റൈറ്റ് സൈഡിൽ വരയ്ക്കരുത്, ഡയറക്ഷൻ മാറിപ്പോകും. ഇങ്ങനെ വരിക കണ്ടോ? മാഗ്നിറ്റ്യൂഡും മാറൂലേ? മാഗ്നിറ്റ്യൂഡ് മാറ്റണ്ടാവില്ല. പാരലോഗ്രാം ആകുമ്പോ മാഗ്നിറ്റ്യൂഡ് മാറും. ക്ലിയർ അല്ലേ? പാരലോഗ്രാമിന്റെ ഡയഗണൽസ് സെയിം അല്ലല്ലോ? അല്ല. റെക്ടാംഗിളിന്റെ സെയിം അല്ല? റെക്ടാംഗിളിന്റെ സെയിം ആണ്. ഇത് ബൈസെക്ട് ചെയ്യല്ലോ അല്ലേ? അപ്പോ അത് പറ്റില്ല. ഇത് ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ. അപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷനിലും ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ ഉപയോഗിച്ചാലും നിങ്ങളുടെ റിസൾട്ട് സെയിം ആയിരിക്കും, ഡിഫറെന്റ് അല്ല. അപ്പൊ വേണമെങ്കിൽ ഞാൻ ഇവിടെ ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷനും കൂടി ഒന്ന് കാണിക്കാം. ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ നമ്മൾ പഠിച്ചു, അത് ഒന്നുകൂടി ഞാൻ കാണിക്കുകയാണ്, ശ്രദ്ധിക്കാം. എ പ്ലസ് ബി കാണാൻ നമ്മൾ ചെയ്യുന്നത് എ ആദ്യം നോട്ട് ചെയ്യാം. എ പ്ലസ് ബി കാണാൻ നമ്മൾ എ ആദ്യം നോട്ട് ചെയ്യാം. ശ്രദ്ധിക്കുക, എ ഞാൻ ആദ്യം നോട്ട് ചെയ്യാണ്. ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ. എ നോട്ട് ചെയ്തു ആദ്യം അല്ലേ? ദെൻ ഞാൻ ബി നോട്ട് ചെയ്യാം. ശ്രദ്ധിക്കണേ, ബി നോട്ട് ചെയ്യുമ്പോ എങ്ങനെയാ ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ? എന്റെ ഹെഡ് കൊണ്ടുപോയി വെക്കണം ബി അല്ലേ? ഡയറക്ഷൻ മാറാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇത് എ ബി മാർക്ക് ചെയ്യാണ്, എ ബി.
അപ്പൊ ഇതിന്റെ റിസൾട്ടന്റ് എങ്ങനെയാ എഴുതേണ്ടത്? ദ ക്ലോസിംഗ് സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ ഇൻ ദ ഓപ്പോസിറ്റ് ഓർഡർ അല്ലേ? അപ്പൊ ഇതാണ് എ പ്ലസ് ബി. അപ്പൊ ഇത് മാറുമോ നോക്കൂ. നിങ്ങൾ പാരലോഗ്രാം ഉപയോഗിച്ചാലും ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ ഉപയോഗിച്ചാലും നിങ്ങൾ ആഡ് ചെയ്താൽ അതിന്റെ ഫൈനൽ വാല്യൂല് മാറ്റണ്ടോ? രണ്ട് കേസിൽ എ പ്ലസ് ബി ഒരേപോലെ അല്ലേ? അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ ഉപയോഗിക്കാം. നിങ്ങൾ ഏത് രൂപത്തിൽ ആഡ് ചെയ്താലും ഫൈനൽ റിസൾട്ടിൽ ഒരു മാറ്റവും ഇല്ല. മനസ്സിലാക്കുക, നിങ്ങൾ ഏത് രൂപത്തിൽ ആഡ് ചെയ്താലും ഫൈനൽ റിസൾട്ടിൽ ഒരു മാറ്റവും ഇല്ല. അപ്പൊ എന്താ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ? If two vectors can be represented by the two adjacent sides of a parallelogram from a common point, then the resultant is represented by diagonal of the parallelogram passing through that point. അതിൽ കൺഫ്യൂഷൻ ഉണ്ടോ? പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. പാരലോഗ്രാം ഇല്ലേ, അതില് ബി ഇല്ലേ, അത് ലെഫ്റ്റ് സൈഡിക്ക് ചേരുന്നുണ്ടാണെങ്കിലോ? ലെഫ്റ്റ് സൈഡിക്ക് ചേരുന്നുണ്ടാണെങ്കിൽ ഓക്കെ. ഇവിടെ നോക്കുക, അങ്ങനെ ഒരു കേസ് നമുക്ക് എടുത്തു നോക്കാം, ശ്രദ്ധിക്കാം. അപ്പൊ ഇത് ലെഫ്റ്റിലേക്കാണ് ടേൺ ചെയ്തെങ്കിൽ അപ്പൊ ഇതാണ് ബി എന്ന് വിചാരിക്കാം. ഓക്കെ, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എ പ്ലസ് ബി ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എ ആദ്യം എഴുതാം. നേരത്തെ പറഞ്ഞ രൂപത്തിൽ തന്നെ എ ആദ്യം നോട്ട് ചെയ്യാം. എ അങ്ങനെ തന്നെ കാണിക്കാം. ക്ലിയർ അല്ലേ? ഇത് എ ആയി. ഇനി ബി അല്ലേ? ബി എവിടെ കൊണ്ടുപോയി വെക്കണം എന്നാ നമ്മൾ പറഞ്ഞത്? ബി പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. ബി എവിടെ കൊണ്ടുപോയി വെക്കണം? ബിന്റെ ടൈല് എന്റെ ടൈല് കൊണ്ടുപോയി വെക്കണം അല്ലെ? ഡയറക്ഷൻ മാറാൻ പാടുണ്ടോ? ഇല്ല. മാഗ്നിറ്റ്യൂഡ് മാറാൻ പാടുണ്ടോ? ഇല്ല. അല്ലേ? അപ്പൊ ഇതെന്തായിട്ട് മാറി? ടു സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം ആയില്ലേ? അപ്പൊ ഇത് എ, ഇത് ബി. ഓക്കെ ആണോ? ഇതെന്തായിട്ട് മാറി? ദ ടു സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം. അപ്പൊ റിസൾട്ടന്റ് ഏതാ വരിക? The closing, sorry, the diagonal of the parallelogram from the common point. അല്ലേ? ആ കോമൺ പോയിന്റ് എന്നുള്ള ഡയഗണൽ ആയിട്ട് മാറും. ഇത് ക്ലിയർ ആണോ? ഈ ട്രയാങ്കുലർ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷനിൽ ഇത് ആഡ് ചെയ്ത് ക്ലിയർ ആണോ? ഡയഗണലിന്റെ ഹെഡ് താഴത്തേക്ക് കുഴപ്പമുണ്ടോ? ഡയഗണലിന്റെ ഹെഡ് താഴത്തേക്ക് ഡയറക്ഷന് ഇങ്ങോട്ടായിട്ട് താഴത്തേക്ക്, കോമൺ പോയിന്റിന് അവിടെ ഹെഡ് ഇങ്ങനെ വരയ്ക്കാവോ? താഴോട്ട് എങ്ങനെ വരിക? താഴോട്ട് പാരലോഗ്രാം ഇല്ലല്ലോ നമുക്ക്. ഇതിങ്ങനെ രണ്ട് സൈഡ് വന്നാൽ മുകളിലോട്ടല്ലേ പാരലോഗ്രാം വരയ്ക്കുക നമ്മള്. താഴോട്ട് അങ്ങനെയല്ല സാറ്, ആ ഹെഡ് ഉണ്ടല്ലോ ഡയഗണലിന്റെ ഹെഡ്, അത് മറ്റേ ഇതില്ലേ എന്റെ ബിന്റെ കോമൺ പോയിന്റിൽ അവിടെ അതിൽ കുഴപ്പമുണ്ടോ? എന്റെയും ബിന്റെയും കോമൺ പോയിന്റ് നേരെ താഴോട്ടായാലാണ് നിന്റെ ചോദ്യം അല്ലേ? ഇവിടുന്ന് ഇങ്ങനെ താഴോട്ട് ഇല്ലേ? ഇതാണോ? അല്ല അങ്ങനല്ല. ഹെഡ് ആൻഡ് ബിന്റെ കോമൺ പോയിന്റിന്റെ അവിടെ അതിന്റെ ടെയില് മേലേക്ക് സാർ വരച്ച അതേ ഡയറക്ഷനിക്ക്. അങ്ങനെ പറ്റൂല. കാരണം നമ്മൾ എവിടെ സ്റ്റാർട്ട് ചെയ്യണം? നമ്മളെ ഡയഗണല് കോമൺ പോയിന്റ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോ ഡയഗണലിന്റെ ടെയിലാണ് എപ്പോഴും കോമൺ പോയിന്റിൽ വരിക.
ഓക്കെ ആണോ? ഓക്കെ ആണ് സർ. നിങ്ങൾ ഇതാ നേരത്തെ ഫിഗറിൽ നോക്കൂ. ഈ ഫിഗറും നേരത്തെ ഫിഗറും ടെയിലാണ് കോമൺ പോയിന്റിൽ ഉണ്ടാവുക. കണ്ടില്ലേ? ഇനി ഇവിടെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ലോ ഉപയോഗിക്കാം? ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ ഉപയോഗിക്കാം. അപ്പൊ നിങ്ങൾ ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ ഉപയോഗിച്ചാൽ എങ്ങനെ വരിക നോക്കുക. ഇതേപോലെ തന്നെ എ അങ്ങനെ തന്നെ നോട്ട് ചെയ്യാം അല്ലേ? അപ്പൊ എ ആയി. ദെൻ ബി അങ്ങനെ തന്നെ നോട്ട് ചെയ്യാം. ഡയറക്ഷൻ ഒന്നും മാറിയിട്ട് ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷനിൽ ബി എവിടെയാ കൊണ്ടുപോയി വെക്കേണ്ടത്? ബിന്റെ ടെയില് എന്റെ ഹെഡില്. ആണോ കറക്റ്റ് അല്ലേ? യെസ് അല്ലെ? ഇനി മൈക്ക് ശ്രദ്ധിക്കുക, മൈക്ക് ഓഫ് ആക്കി വെക്കുക എല്ലാരും. എ ബി. അപ്പൊ എയും ബി ആയി. ഇനി നമ്മളോട് എന്താ പറഞ്ഞത്? ക്ലോസിംഗ് സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ ഇൻ ദ ഓപ്പോസിറ്റ് ഓർഡർ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ ട്രയാങ്കിൾ ക്ലോസ് ചെയ്യാം. എങ്ങനെ ക്ലോസ് ചെയ്യണം? ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പൊ ഇതാണ് ഏത് വരിക? എ പ്ലസ് ബി. ക്ലിയർ ആണോ? അപ്പൊ നിങ്ങൾ ട്രയാങ്കുലർ ലോ ഉപയോഗിച്ചാലും പാരലോഗ്രാം ലോ ഉപയോഗിച്ചാലും ഫൈനൽ ആൻസറിൽ മാറ്റം ഉണ്ടാവുമോ? ടെൽ മീ. ഇല്ല. എല്ലാവർക്കും ക്ലിയർ ആണോ? സാറേ അതില്ലേ ബി ഇല്ലേ, അത് റൈറ്റിക്കും ലെഫ്റ്റിക്കും ആരൊക്കെ ഒരേ മാഗ്നിറ്റ്യൂഡ് ആവോ? ബി അല്ല, റൈറ്റിക്കുള്ള സെയിം അതേപോലെ തന്നെ ലെഫ്റ്റിക്ക് എടുത്താല്? ബി ലെഫ്റ്റ് എടുക്കുകയാണ്. അല്ല, നമ്മള് ചെരുന്നുണ്ടുള്ള റൈറ്റിക്ക് ചെരുന്നുണ്ടുള്ള അതേ മാഗ്നിറ്റ്യൂഡ് തന്നെ ലെഫ്റ്റിക്കും ചെരുന്നുണ്ട് എടുത്തൂടെ? എടുക്കുക, പക്ഷെ ഫൈനൽ റിസൾട്ടിൽ മാറ്റം ഉണ്ടാവും. കാരണം വെക്ടർ ക്വാണ്ടിറ്റിക്ക് ഡയറക്ഷനും കൂടി ഇമ്പോർട്ടന്റ് ആണ്, മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല. അപ്പൊ ഡയറക്ഷൻ അനുസരിച്ച് ഫൈനൽ റിസൾട്ടിൽ മാറ്റം ഉണ്ടാവും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചില പോയിന്റുകളാണ്, ഈ വെക്ടർ അഡീഷനുമായിട്ട് ബന്ധപ്പെട്ട ചില പോയിന്റുകൾ. ഒന്നാമത്തെ നോക്കുക, വെക്ടർ അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, നേരത്തെ ഞാൻ പ്രൂവ് ചെയ്ത് കാണിച്ചതുമാണ്. എ പ്ലസ് ബി ഈക്വൽ ടു ഏതാണ്? ബി പ്ലസ് എ. അങ്ങനെയാണെങ്കിൽ വെക്ടർ അഡീഷൻ നമ്മൾ എന്താ പറയാ? കമ്മ്യൂട്ടേറ്റീവ് എന്നാണ് പറയാ. അടുത്തത് നോക്കുക, വെക്ടർ അഡീഷൻ ഒബേ അസോസിയേറ്റീവ് ലോ. അസോസിയേറ്റീവ് ലോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതിന്റെ ശ്രദ്ധിക്കാം. അപ്പൊ ഒന്ന് നമ്മൾ പറഞ്ഞ കമ്മ്യൂട്ടേറ്റീവ് ലോ, അത് നേരത്തെ പറഞ്ഞതാണ്. രണ്ടാമത്തത് അസോസിയേറ്റീവ് ലോ. എന്താ അസോസിയേറ്റീവ് ലോ? എ പ്ലസ് ബി പ്ലസ് സി. അതായത് നിങ്ങൾക്ക് 3 വെക്ടർ ഉണ്ട്, എ ബി സി. സപ്പോസ് നിങ്ങൾക്ക് 3 വെക്ടർ ഉണ്ട്. ഏതൊക്കെയാണ്? എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ഇത് 3 കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ചെയ്യുന്നത് ആദ്യം എയും ബി ആഡ് ചെയ്യാം, എന്നിട്ട് അതിനെ സി കൊണ്ട് ആഡ് ചെയ്യാം. അതാണ് ഈ ഫിഗർ കാണിച്ചത്. സോറി, ഇവിടെ കാണിച്ചത് എ പ്ലസ് ബി പ്ലസ് സി. ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ട്. അതായത് എയും ബിയും ഫസ്റ്റ് ആഡ് ചെയ്യുക, എന്നിട്ട് അതിനോട് ഏത് ആഡ് ചെയ്യുക? സി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ബിയും സിയും ആദ്യം ആഡ് ചെയ്യാം. ബിയും സിയും ആദ്യം ആഡ് ചെയ്യാം. അവിടെ നിങ്ങൾ കാണാം ബ്രാക്കറ്റിൽ. എന്നിട്ട് അതിനോട് ഏത് ആഡ് ചെയ്യാം? എ. അത് രണ്ടും എന്താന്നാ പറഞ്ഞത്? സെയിം ആന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് ഇതാണ്, നിങ്ങൾക്ക് 3 വെക്ടർ ഉണ്ടെങ്കിൽ, 3 വെക്ടർ ഉണ്ടെങ്കിൽ ഏതൊക്കെയാ 3 വെക്ടർ? എ ബി സി. ഇങ്ങനെ 3 വെക്ടർ ഉണ്ടെങ്കിൽ ഇത് 3ഉം കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 2 മെത്തേഡ് ഉപയോഗിക്കാം. ഒന്നെങ്കിൽ എയും ബിയും ആദ്യം ആഡ് ചെയ്യാം, എന്നിട്ട് അതിനോട് കൂടി സി ആഡ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബിയും സിയും ആദ്യം ആഡ് ചെയ്യാം, എന്നിട്ട് അതിനോട് എ ആഡ് ചെയ്യാം. എങ്ങനെ ആഡ് ചെയ്താലും സെയിം ആയിരിക്കും. സർ എയും സിയും പറ്റില്ല ഫസ്റ്റ്? എങ്ങനെ? എയും സിയും ആഡ് ചെയ്തിട്ട് എന്നിട്ട് ബി ആഡ് ചെയ്താലും സെയിം അല്ല ആവുള്ളൂ?
എങ്ങനെ ആഡ് ചെയ്താലും സെയിമേ വരും. നമ്മൾ സാധാരണ പറയുന്നത് തന്നെ, അതായത് 3 ഉണ്ട്, 8 ഉണ്ട്, 15 ഉണ്ട്. ഇത് മൂന്നും കൂടി ആഡ് ചെയ്യണം. നിങ്ങൾക്ക് എങ്ങനെ ആഡ് ചെയ്യാം? ആദ്യം 3 8 ആഡ് ചെയ്യാം, എന്നിട്ട് അതിനോട് 15 കൂട്ടാം. അല്ലേ? എത്രയാ വരിക? 26. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് 8 ഉം 15 ആദ്യം ആഡ് ചെയ്യാം, എന്നിട്ട് അതിനോട് 3 കൂട്ടുക. എത്രയാ? 26. അത് തന്നെ പറഞ്ഞു. ക്ലിയർ അല്ലേ? ഇനി നോക്കുക അടുത്ത പോയിന്റ്. ഇത് ക്ലിയർ ആണോ? ഒരു നെഗറ്റീവ് നിങ്ങൾക്ക് എങ്ങനെയും ആഡ് ചെയ്യാം. അപ്പൊ ഈ ലോ നമ്മൾ പറയാ അസോസിയേറ്റീവ് ലോ എന്നാ പറയാ. ഈ രൂപത്തിൽ ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിനെ പറയാ എന്താണ്? അസോസിയേറ്റീവ് ലോ. അപ്പൊ വെക്ടർ അഡീഷൻ ഒബേ അസോസിയേറ്റീവ് ലോ. ഫസ്റ്റ് ഏതാണ് വെക്ടർ അഡീഷൻ ഒബേ? പറയൂ. കമ്മ്യൂട്ടേറ്റീവ് ലോ. ഓക്കെ. ഇനി അടുത്ത പോയിന്റ് നോക്കുക. സബ്സ്ട്രാക്ഷൻ ഓഫ് വൺ വെക്ടർ ക്വാണ്ടിറ്റി ഫ്രം ദ അതർ ഈസ് ഇക്വലന്റ് ടു ആഡിങ് ദ നെഗറ്റീവ് ഓഫ് ദ വെക്ടർ ടു ബി സബ്സ്ട്രാക്റ്റഡ്. സബ്സ്ട്രാക്ഷൻ ഓഫ് വൺ വെക്ടർ ക്വാണ്ടിറ്റി, സബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക അല്ലേ? one vector quantity from the other is equivalent to adding the negative of the vector to be subtracted. അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. മൈക്ക് ഓഫ് ആക്കുക, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കാം. മൈക്ക് ഓഫ് ആക്കുക, ഇവിടെ ശ്രദ്ധിക്കാം. ഓഫ് ആക്കിയില്ല എല്ലാവരും? ഇവിടെ ശ്രദ്ധിക്കാം. അപ്പൊ ഞാൻ 2 വെക്ടർ കാണിക്കുകയാണ്, ശ്രദ്ധിക്കാം. എ, അതേപോലെ ഞാൻ വേറൊരു വെക്ടർ കാണിക്കാം. ബി. അപ്പൊ 2 വെക്ടറായി. ഏതൊക്കെയാണ്? എ, ബി. നേരത്തെ നിങ്ങൾ പഠിച്ചത് എ പ്ലസ് ബി ആണ്. എ പ്ലസ് ബി എങ്ങനെയാണ്? എയും ബിയും കൂടി ആഡ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് എ മൈനസ് ബി ആണ് നിങ്ങൾക്ക് കാണേണ്ടതെങ്കിലോ. സപ്പോസ് നിങ്ങൾക്ക് കാണേണ്ടത് എ മൈനസ് ബി ആണ്. എ പ്ലസ് ബി കാണാൻ നിങ്ങൾക്ക് 2 റൂൾ ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഏതൊക്കെയാ? ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷനും അതേപോലെ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. ഇനി എനിക്ക് കാണേണ്ടത് എ മൈനസ് ബി ആണെന്ന് വിചാരിക്കാം. എ മൈനസ് ബി ആണ് കാണേണ്ടത്. അപ്പൊ ഞാൻ ചെയ്യേണ്ടത് എന്താ? ആദ്യം ഈ മൈനസ് ബി കാണിക്കുക. ഏതാ മൈനസ് ബി? ഇത് ബി ആണ് അല്ലെ? അപ്പൊ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയൊരു മാറ്റം. എന്താ മാറ്റം? ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആക്കുക അല്ലെ? അപ്പൊ ഇത് ഏതായി? മൈനസ് ബി ആയി. കറക്റ്റ്? ഓക്കെ. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ശ്രദ്ധിക്കണേ. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എ മൈനസ് ബി കാണാൻ നിങ്ങൾ ചെയ്യേണ്ടത് എ പ്ലസ് മൈനസ് ബി ഇങ്ങനെ ആഡ് ചെയ്യാം. എ എടുക്കുക പ്ലസ് ഏതുമായിട്ട് ആഡ് ചെയ്യാം? മൈനസ് ബി ആയിട്ട് ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ഏതൊക്കെയാണുള്ളത്? എയും മൈനസ് ബി എടുക്കുക. ആ 2 ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഏത് റൂൾ ഉപയോഗിക്കാം? ട്രയാങ്കുലർ ലോ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ ഉപയോഗിക്കാം. അപ്പൊ എ പ്ലസ് മൈനസ് ബി. അപ്പൊ നിങ്ങൾ ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ ആണെങ്കിൽ വളരെ സിമ്പിൾ ആണ്. ആദ്യം എ നോട്ട് ചെയ്യാം. എങ്ങനെ നോട്ട് ചെയ്യാം? അല്ലെ? എ ആദ്യം കാണിക്കാം. എ കാണിച്ചു. ഓക്കെ. ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ ആണ് നമ്മൾ പറയുന്നത്. പിന്നെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? മൈനസ് ബിനെ കാണിക്കാം അല്ലെ? ഏതൊക്കെയാണ് നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടത്? എയും മൈനസ് ബിയും ആണ്.
മൈനസ് ബിനെ അങ്ങനെ തന്നെ കാണിക്കാം. അപ്പൊ എന്റെ ഹെഡില് മൈനസ് ബി കൊണ്ടുവെക്കുക. ഇതൊക്കെയാണോ? അപ്പൊ ഇതെന്തായിട്ട് മാറി? ദ ടു സൈഡ്സ് ഓഫ് എ മാറിയില്ലേ? ദ ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ. അപ്പൊ ഇതിന്റെ റിസൾട്ടന്റ് എന്താ? അപ്പൊ നോക്കുക, എ ഇതേതാണ് മൈനസ് ബി അല്ലേ? അപ്പൊ നിങ്ങൾക്കറിയാം ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ കിട്ടുക the closing side of the triangle in the opposite order. Triangle closing side in the opposite order. Okay ആണോ? അപ്പൊ ഇതാണ് ഏത്? Tell me. A plus minus b. A minus b. Am I correct? A plus minus b ഏതെന്നാണ്? A minus b ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് സബ്സ്ട്രാക്ട് ചെയ്യാനുണ്ടെങ്കിൽ, കുറയ്ക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ഒരു വെക്ടറിന് മറ്റേ വെക്ടറിനെ കുറയ്ക്കണമെങ്കിൽ, ഇപ്പൊ വേറൊരു എക്സാമ്പിൾ, നിങ്ങൾക്ക് രണ്ട് വെക്ടർ ഉണ്ട്, സിയും ഡിയും ഉണ്ട്. സിന്ന് ഡി കുറയ്ക്കണം, അപ്പൊ സി മൈനസ് ഡി കാണണം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഗ്രാഫിക്കൽ മെത്തേഡ് ആണെങ്കിൽ സി പ്ലസ് മൈനസ് ഡി, സിനോട് ഏത് ആഡ് ചെയ്യാം? മൈനസ് ഡി. ഈ അഡീഷന് നിങ്ങൾക്ക് ഏത് റൂൾ ഉപയോഗിക്കാം? ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ ഉപയോഗിക്കാം. കൺസെപ്റ്റ് ക്ലിയർ ആണോ? ആണോ? എങ്ങനെ? ഓപ്പോസിറ്റ് ഡയറക്ഷൻ എടുത്താല് മൈനസിന്റെ ആ ലോ അതില് കറക്റ്റ് ആയില്ലേ? അതെ സാറേ, രണ്ടിൽ കൂടുതൽ വെക്ടർ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ, കൂടുതൽ വെക്ടർ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. കാരണം നമ്മൾ തുടക്കമാകുമ്പോൾ എല്ലാം കൂടി കൺഫ്യൂഷൻ ആവും. പോളിഗൺ ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്, ഗ്രാഫിക്കൽ മെത്തേഡ് ഉണ്ട്. അത് സാധാരണ നമ്മളെ എൻട്രൻസ് ബേസിലായിട്ടാണ് പറയാറുള്ളത്, പോളിഗൺ ലോ ഓഫ് വെക്ടർ അഡീഷൻ. അത് നമ്മളെ ടെക്സ്റ്റ് ബുക്കിലൊന്നും കൊടുത്തിട്ടില്ല. അപ്പൊ അത് ഞാന് കുറച്ചുകൂടി നിങ്ങൾ ഈ വെക്ടേഴ്സുമായിട്ടൊന്ന് പരിചയമായിട്ട് ഞാൻ പിന്നീട് പറയാം. ഓക്കെ, നിങ്ങളൊന്ന് പരിചയപ്പെടാനുണ്ട്, എന്നിട്ട് നമുക്ക് പറയാം. കാരണം എല്ലാം കൂടി ആകുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവും. അപ്പൊ ആദ്യം നമ്മൾ രണ്ടെണ്ണമുള്ള കേസ് മാത്രമേ പറയുന്നുള്ളൂ. അതേ നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളൂ, മറ്റേത് നമുക്ക് പറയാം കേട്ടോ. ഇത് ക്ലിയർ ആണോ? അപ്പൊ ഇനി ഇതിന്റെ ബാക്കിയുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് പറയുന്നത്. അടുത്ത നമുക്കൊരു വലിയ പ്രോബ്ലം ആണ് ചെയ്യേണ്ടത്. ആ പ്രോബ്ലത്തിലുള്ള ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാത്തിലും വരുന്നതാണ്. അപ്പൊ അത് നമുക്ക് അടുത്ത ക്ലാസ്സിലാണ് പറയുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള ഭാഗങ്ങൾ ഒന്നുകൂടി പറയാം, എന്നിട്ട് ഞാൻ ആ മോഷനിലെ സ്ട്രെയിറ്റ് ലൈനിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു തരാം കേട്ടോ. അപ്പൊ നോക്കാം, മോഷനിന്റെ പ്ലെയിനിൽ നമ്മൾ ഫസ്റ്റ് പഠിച്ചത് സ്കാലാർ ക്വാണ്ടിറ്റീസും വെക്ടർ ക്വാണ്ടിറ്റീസും അല്ലെ. സ്കാലാർ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് മാത്രം, വെക്ടർ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും. അതേപോലെ വെക്ടർ അഡീഷൻ ഒബേ ചെയ്യണം. വെക്ടർ അഡീഷൻ എന്താന്ന് മനസ്സിലായില്ലേ? ഏതൊക്കെയാ? ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷനും പാരലോഗ്രാം അഡീഷൻ. ഇനി നോക്കുക, ഇലക്ട്രിക് കറണ്ട് ഒരു എക്സെപ്ഷണൽ കേസാണ്. മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഡയറക്ഷനും ഉണ്ട്, ബട്ട് ലോസ് ഓഫ് വെക്ടർ അഡീഷൻ ഒബേ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇതിനെ നമ്മൾ സ്കാലാർ ക്വാണ്ടിറ്റി ആയിട്ടാണ് എടുക്കുന്നത്. അടുത്തത്, ഒരു വെക്ടറിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? രണ്ട് രൂപത്തിൽ റെപ്രസെന്റ് ചെയ്യാം. ഒന്ന് ഗ്രാഫിക്കൽ, അതായത് ചിത്രം വരച്ച് റെപ്രസെന്റ് ചെയ്യാം. അങ്ങനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുക ഒരു ലൈന് വിത്ത് ആരോ ഹെഡ്. ലൈന് റെപ്രസെന്റ് ചെയ്യുന്ന മാഗ്നിറ്റ്യൂഡും ആരോ ഹെഡ് ഡയറക്ഷനും. ഇനി അതല്ല സിമ്പിൾ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ന്യൂമറിക്കൽ റെപ്രസെന്റേഷൻ ആയിട്ട് നമ്മൾ പറയുന്നത് സിമ്പിൾ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാം. സിമ്പിൾ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ, എക്സാമ്പിൾ ഫോഴ്സ് ആണെങ്കിൽ, ഫോഴ്സിന്റെ ഫസ്റ്റ് സിമ്പിൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുക എഫ് ആണ്. അപ്പോൾ ഇത് ഉപയോഗിക്കുക, ഒന്നെങ്കിൽ എഫ് ബോൾഡ് ലെറ്ററിൽ ഉപയോഗിക്കും, അല്ലെങ്കിൽ എഫിന്റെ മുകളിൽ ഒരു ആരോ മാർക്ക് ഉപയോഗിക്കും. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഈക്വൽ വെക്ടേഴ്സ്. രണ്ട് വെക്ടേഴ്സ് സെയിം ആവണമെങ്കിൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും സെയിം ആയിരിക്കും. ഒരു വെക്ടർ അതിന് പാരലൽ ആയിട്ട് മൂവ് ചെയ്താൽ വെക്ടറിൽ മാറ്റം ഉണ്ടാവില്ല. കാരണം മാഗ്നിറ്റ്യൂഡിലും മാറ്റില്ല, ഡയറക്ഷനിലും മാറ്റില്ല.
പിന്നെ നമ്മൾ പറഞ്ഞ നെഗറ്റീവ് ഓഫ് എ വെക്ടർ. നെഗറ്റീവ് ഓഫ് എ വെക്ടർ എന്ന് പറഞ്ഞാൽ വെക്ടർ അതേ മാഗ്നിറ്റ്യൂഡ് തന്നെ, ബട്ട് ഡയറക്ഷൻ ഏതാണ്? ഓപ്പോസിറ്റ് ആവുക. പിന്നെ നമ്മൾ പറഞ്ഞത് അഡീഷൻ ഓഫ് വെക്ടേഴ്സ്. അഡീഷൻ ഓഫ് വെക്ടേഴ്സ് ഏത് മെത്തേഡാണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഗ്രാഫിക്കൽ മെത്തേഡാണ്. ഗ്രാഫിക്കൽ മെത്തേഡ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ ഉണ്ട്, പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ ഉണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് പറഞ്ഞത് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ. അവിടെ ചെയ്യേണ്ടത് രണ്ട് വെക്ടേഴ്സിനെ ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡായിട്ട് ചേർത്ത് വെക്കുക അല്ലേ? എന്നിട്ട് ഈ ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ സൈഡ് ഓപ്പോസിറ്റ് ഓർഡറിൽ വരച്ചാൽ അതായിരിക്കും റിസൾട്ട്. അടുത്തത് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷനിൽ നമ്മൾ ചെയ്യേണ്ടത് രണ്ട് വെക്ടറിന്റെ ടെയില് ഒരുമിച്ച് വെക്കുക അല്ലെ? വിത്തൗട്ട് ചേഞ്ചിങ് ദ ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്. ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ചേഞ്ച് ഇല്ലാതെ ഈ രണ്ട് വെക്ടറിന്റെയും ടെയില് ഒരുമിച്ച് വെക്കുക. അപ്പൊ അത് എന്തായിട്ട് മാറും? ഒരു പാരലോഗ്രാമിന്റെ രണ്ട് സൈഡ്സ് ആയിട്ട് മാറും. എന്നിട്ട് നിങ്ങൾ ആ പാരലോഗ്രാം എക്സ്റ്റെൻഡ് ചെയ്യുക, എന്നിട്ട് ഡയഗണൽ വരച്ചാൽ അതായിരിക്കും റിസൾട്ട്. പിന്നെ നമ്മൾ പറഞ്ഞ ചില പോയിന്റുകളാണ്. വെക്ടർ അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ലോ ഒബേ ചെയ്യുന്നുണ്ട്, വെക്ടർ അഡീഷൻ അസോസിയേറ്റീവ് ലോ ഒബേ ചെയ്യുന്നുണ്ട് അല്ലെ? പിന്നെ നമ്മൾ പറഞ്ഞ ഒരു വെക്ടറിൽ നിന്ന് വേറെ വെക്ടർ മൈനസ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന എന്താണ്? എക്സാമ്പിൾ എ മൈനസ് ബി കാണണമെങ്കിൽ എനോട് കൂടെ ഏത് ആഡ് ചെയ്യാണ്? മൈനസ് ബി ആഡ് ചെയ്യാണ്. മൈനസ് ബി എങ്ങനെയാ കിട്ടുക? ബിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എടുക്കും, അപ്പൊ അത് മൈനസ് ബി ആണ്. എന്നിട്ട് എയും മൈനസ് ബിയും ആഡ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ എ മൈനസ് ബി കാണുന്നത്. അപ്പൊ സബ്സ്ട്രാക്ഷൻ ഒക്കെ നമ്മൾ ചെയ്യുന്നത് ഏതിന്റെ രൂപത്തിലാണ്? നെഗറ്റീവ് എടുത്തിട്ട് ആഡ് ചെയ്യാം. ഓക്കെ അല്ലേ? ക്ലിയർ? ഇനി നമ്മള് നേരത്തെ സ്ട്രെയിൻ ലൈൻ, അപ്പൊ ഇതിന്റെ നോട്ട്സ് ഞാനൊന്ന് അയച്ചു തരാം കേട്ടോ. നേരത്തെ നമ്മള് മോഷൻ ഇൻ എ സ്ട്രെയിൻ ലൈനില് നിങ്ങൾക്ക് ആവറേജ് സ്പീഡുമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം, അത് ഞാനൊന്ന് പെട്ടെന്ന് ചെയ്യാം, എന്നിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനില് ഈ പ്രോബ്ലം, അതായത് മുൻഷി സാറേ, 12:30 വരെ മതി കേട്ടോ. ഓക്കെ കുട്ടികളെ, നാളത്തെ ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങളെ ഗ്രൂപ്പിലിട്ടു കേട്ടോ. അപ്പൊ ഈ പ്രോബ്ലം എല്ലാരും നോക്കുക. നമ്മളെ സ്ട്രെയിറ്റ് ലൈനില് ചിലവരൊക്കെ എന്നോട് പേഴ്സണലായിട്ട് ഡൗട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ കോമൺ ആയിട്ട് ഒറ്റ എക്സ്പ്ലനേഷൻ എല്ലാവർക്കും കൂടി മതിയല്ലോ. അപ്പൊ നോക്കാം. A car covers the first half of the distance between two places at a speed of 40 km/h and the second half at 60 km. അപ്പൊ ഇത് നമ്മൾ ചെയ്താണോ? ഇതിൽ ഏതൊരു ക്വസ്റ്റ്യൻ ആരോ ചോദിച്ചല്ലോ. ഇത് ചെയ്താണല്ലോ. ഇത് ചെയ്താ അപ്പൊ ഇതായിരിക്കും. ഇതിലൊരു ക്വസ്റ്റ്യൻ ആരോ ഒന്ന് ചോദിച്ചു. അപ്പൊ നോക്കാം, ഈ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇത് ചെയ്തിനോ? ഇല്ല. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞുതരാം. എ കാർ ട്രാവൽസ് ഫ്രം എ ടു ബി at 60 km/h. ഇന്നല്ല പെർ അവർ ആണ് കേട്ടോ.
and returns to A at 90 km/h. What is the average velocity and average speed? എല്ലാരും പ്രോബ്ലം വായിച്ചില്ലേ? അപ്പൊ എ എന്ന് ബിയിലേക്കാണ് ട്രാവൽ ചെയ്യുന്നത്, കറക്റ്റ്? അപ്പൊ a car travels from A to B. A to B. അല്ലേ? A to B ഏത് സ്പീഡിലാണ്? 60 km/h. And returns to A. തിരിച്ചു വരുന്ന ഏത് സ്പീഡിലാണ്? 90 km/h. എന്താ ചോദിച്ചാൽ വാട്ട് ഈസ് ദ ആവറേജ് വെലോസിറ്റി? ആവറേജ് വെലോസിറ്റി എന്താ? നമ്മൾ നേരത്തെ പഠിച്ചത് ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്, ബൈ ടൈം ആണ്. x2 മൈനസ് x1 ബൈ t2 മൈനസ് t1. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ വരിക? 0 ആണ്. കാരണം എ എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് തിരിച്ച് എയിലെത്തുകയാണ്. എ എന്ന് ബിയിലേക്ക് പോയി തിരിച്ച് റിട്ടേൺ ടു എ ആണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. ടൈം അല്ലേ ടി. അപ്പൊ ഇത് ഏതാ വരിക? 0 വരും. അപ്പൊ ആവറേജ് വെലോസിറ്റി 0 ആണ്. ഇനി നമുക്ക് പറയേണ്ടത് ആവറേജ് സ്പീഡാണ്. ആവറേജ് സ്പീഡ് റൈറ്റ് സൈഡ് മുകളിൽ ഇതാണ് ആവറേജ് സ്പീഡ്. എന്താ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണ്, അല്ലെ? അപ്പൊ ഞാൻ എ എന്ന് ബിയിലേക്കുള്ള ദൂരം ശരിക്കും ശ്രദ്ധിക്കുക. എ എന്ന് ബിയിലേക്കുള്ള ദൂരം ഞാൻ എസ് എന്ന് കൊടുക്കുക. അപ്പൊ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ അല്ലേ ടോട്ടൽ ടൈം ആണ്. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാ വരിക? എ എന്ന് ബിയിലേക്കുള്ള ദൂരം 150 km/h. എ എന്ന് ബിയിലേക്കുള്ള ദൂരം എസ് ആണ്. അപ്പൊ എ എന്ന് ബി പോയിട്ട് ബി എന്ന് എയിലെത്തുന്നുണ്ട്. അപ്പൊ എത്രയാ? 2s പ്ലസ് എസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. എ എന്ന് ബിയിലേക്ക് എത്തുന്ന ടൈം t1 കൊടുക്കുക, ബി എന്ന് എയിലേക്ക് എത്തുന്ന ടൈം t2. അപ്പൊ എങ്ങനെ എഴുതാം? t1 പ്ലസ് t2. ക്ലിയർ ആണോ? അപ്പൊ ന്യൂമറേറ്റർ 2s ബൈ t1 ഉം t2 ഉം പറയണം. നിങ്ങൾക്കറിയാം, ശ്രദ്ധിക്കണേ, സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലെ? അപ്പൊ ടൈം ഏതാണ്? അല്ലെ? അപ്പൊ ഇത് ഉപയോഗിക്കാം താഴെ. അപ്പൊ ടൈം ഏതാ? t1. ഏത് ബിയിലേക്ക് ട്രാവൽ ചെയ്യാൻ എടുത്ത ടൈം അല്ലേ? അപ്പൊ ദൂരം ഏതാണ്? എസ് ബൈ സ്പീഡ് ഏതാണ്? 60 ആണ്. t2 ബിന്ന് എയിലേക്ക് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ഏതാ? എസ്. സ്പീഡോ 90. ഇനി നോക്കുക, ഇവിടെ 2s ബൈ എസ് താഴത്തുനിന്ന് കോമൺ ആയിട്ട് എടുക്കാം. അപ്പൊ 1/60 പ്ലസ് 1/90 അല്ലേ? അപ്പൊ ഇതിൽ എസ് കട്ട് ചെയ്തു. അപ്പൊ നമ്മളെ ആൻസർ വരിക ഇറ്റ് ഈസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ താഴെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എത്രയാ? 90 പ്ലസ് 60 ഡിവൈഡഡ് ബൈ 90 ഇൻറ്റു 60. അത് മുകളിലോട്ട് 540 അല്ലേ? അപ്പൊ ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത ആൻസർ ആയി. അപ്പൊ എത്രയാ വരിക? ഇറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 90 ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ 9 6 15 അല്ലേ? 150. ഇതിൽ ഒരു 0 ക്യാൻസൽ ആവും അല്ലേ? അപ്പൊ ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത ആൻസർ ആയി. 2 ഇൻറ്റു 9 2 ഇൻറ്റു 9 ഇൻറ്റു 60. 60 15 എത്രയാ? 60 15 എത്രയാ? 4.
അപ്പൊ ഇത് എത്രയാ വരിക? 2 × 4 8, 9 × 8 72 കിലോമീറ്റർ പെർ അവർ. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മളെ ആൻസർ വരിക ഫസ്റ്റ് ആവറേജ് വെലോസിറ്റി 0 ആണ്. ആവറേജ് സ്പീഡ് എത്രയാ വരിക? 72 കിലോമീറ്റർ പെർ അവർ. ഓക്കെ, സാറേ ഇതിന്ന് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനല്ലേ? കണ്ടുപിടിക്കാനല്ലല്ലോ നമ്മള് പറഞ്ഞ, ആവറേജ് സ്പീഡ് അല്ലേ? അങ്ങനല്ല, ഇതിന്ന് ആ ആവറേജ് ഡിസ്റ്റൻസ് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ഓക്കെ, ഇതിൽ നിന്ന് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് T1 ഉം T2 അറിയണം. ഒന്നുകിൽ ടൈം അറിയണം, ടൈം അറിഞ്ഞെങ്കിലേ ഡിസ്റ്റൻസ് കിട്ടും. ടൈം തന്നിട്ടില്ല, വെലോസിറ്റി മാത്രമേ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ അവറിലേക്ക് മാറ്റണ്ട? മാറ്റണമെന്നില്ല, അത് ഫൈനൽ ആൻസറിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റിയാൽ. ഓക്കെ, അപ്പൊ നമ്മള് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പൊ എക്സാം സ്ട്രെയിറ്റ് ലൈന് എല്ലാരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യാം കേട്ടോ. അപ്പോ എല്ലാത്തിനും ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ കണ്ടിന്യൂഷൻ ആണ് മോഷൻ ഇൻ എ പ്ലെയിനിൽ വരുന്നത്. സ്ട്രെയിറ്റ് ലൈന് ശരിക്കും പഠിച്ചെങ്കിൽ മോഷൻ ഇൻ എ പ്ലെയിൻ വളരെ ഈസിയാണ്. അപ്പൊ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്. ഓക്കെ, ഓക്കെ സർ, താങ്ക് യു.